കേൾക്കാനും PPT കാണാനൊക്കെ പറ്റുന്നല്ലേ? ഓക്കെ. സോ എന്താ സ്ട്രെങ്ത് കുറവാണല്ലോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടായില്ലേ? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ സെഷൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. സിലബസിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിലബസിലൊന്നും അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ആവാത്ത കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിന്ന് ചോദിക്കാറുണ്ട്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എപ്പോഴും പഠിക്കുമ്പോൾ സിലബസ് പ്ലസ് ലാസ്റ്റത്തെ ഒരു 10-15 വർഷത്തെ PYQ ആ രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ. സോ ആ PYQ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. PYQ NTയുടെ ആൻസർ കീ എടുത്തിട്ട് ഒരുപാട് ഫാക്ട്സുകൾ നമുക്ക് ആ വഴിക്ക് കിട്ടും. ഓക്കെ. സോ ഇതൊക്കെ വരാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരാണെങ്കിൽ ടീച്ചിങ് എന്നുള്ള ഒരു ഏരിയ, അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, എന്തൊക്കെയാണ് കോൺസെപ്റ്റ്സ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്. അത് 3 ലെവൽ ഉണ്ട്: മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. പിന്നെ ടീച്ചിങ്ങിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട് ടീച്ചിങ്ങിന് എന്നുള്ളത്. പിന്നെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ ലേണേഴ്സിനെ തന്നെ ഇവിടെ നമ്മൾ അഡോളസെന്റ് ലേണറും അഡൽട്ട് ലേണറും ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നുള്ളത്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പറയാം കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നുള്ള കോൺസെപ്റ്റ്, അതിന്റെ അണ്ടറിലും 2-3 തിയറികൾ ഉണ്ട്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടീച്ചിങ്. ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്, ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്, സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ്. പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതൊക്കെ ഉണ്ട്? ഓൺലൈൻ മെത്തേഡ്, ഓഫ്ലൈൻ മെത്തേഡ്, ടീച്ചർ സെന്റേർഡ് മെത്തേഡ്, ലേണർ സെന്റേർഡ് മെത്തേഡ്, സബ്ജക്ട് സെന്റേർഡ് മെത്തേഡ്സ്. അങ്ങനെ ഒരുപാട് ടീച്ചിങ് മെത്തേഡ്സുകൾ ഉണ്ട്. ഓക്കെ. എന്നാണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഈ ടീച്ചിങ്ങിനെ ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഞാൻ ക്ലാസ് എടുക്കാണ്. അപ്പൊ എന്റെ ഈ ടീച്ചിങ്ങിനെ ഒന്നും കൂടിയൊക്കെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ PPT, എന്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ പെൻ ടാബ്, ഈ പെൻ കാണുന്നില്ലേ? സോ ഇതൊക്കെ എന്താണ്? ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. ടീച്ചിങ്ങിനെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം. അത് ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്തു വന്ന ഒരു ശൈലി എന്നുള്ളത് ചോക്കും ബ്ലാക്ക് ബോർഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡായിരുന്നു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട്. പിന്നീട് കാലക്രമേണ ടെക്നോളജിയുടെ വളർച്ചയോടെയൊക്കെ വന്നതോടെ മോഡേൺ ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റവും ICT ബേസ്ഡും 3Dയും അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് റൂമുകളിൽ കണ്ടു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവാലുവേഷൻ സിസ്റ്റംസ്. ഓക്കെ. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു പരീക്ഷയും അതിലൊരു ഇവാലുവേഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. ആൻഡ് ഇവാലുവേഷനിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സ്കീം, ഇതൊക്കെയാണ് എന്തുള്ളത് ടീച്ചിങ്ങിന്റെ സിലബസിൽ പറയണത്. ഇപ്പൊ ടീച്ചിങ്ങിന്റെ ഒരു ബേസിക് സാധനത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ടീച്ചിങ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോളജ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. നോളജ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, അത് നമുക്ക് എന്ത് വിളിക്കാം? ടീച്ചിങ് എന്ന് വിളിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്? ഒന്നെന്താണ്? കുട്ടികളിൽ അവർക്ക് അറിവുണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു ടീച്ചിങ്ങിന്റെ ഒരു ലക്ഷ്യമാണ്. മറ്റൊന്നെന്താണ്? വെറും അറിവുകൾ അല്ലെങ്കിൽ നോളജും ഫാക്ട്സുകൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ? നോ. എന്ത് ചെയ്യണം? അവരുടെ ക്യാരക്ടറിനെയും ബിഹേവിയറിനെയും ഷേപ്പ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ളതായിരിക്കണം ടീച്ചിങ്. ആൻഡ് ഓൾസോ അവരെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റ് ഇൻ ദ സെൻസ് അവർക്ക് ലൈഫിൽ എല്ലാ കാര്യത്തിലും, നോട്ട് ഓൺലി ഫോർ ദ എക്സാം ഓർ അക്കാഡമിക്സ്, എല്ലാത്തിനെയും എന്താണ് നേരിടാനും ഫേസ് ചെയ്യാനും പുതിയ പുതിയ സ്കില്ലുകളൊക്കെ ട്രൈ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ ടീച്ചിങ്ങിന് സാധിക്കണം. അവരിലെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലും ഒക്കെ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ടുവരണം. പിന്നെ സോഷ്യൽ സ്കിൽ, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു സിവിക് സെൻസ്, ഇതൊക്കെ എന്ത് ചെയ്യണം? ടീച്ചിങ് വഴി കുട്ടികളിലേക്ക് കിട്ടേണ്ടതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ. അപ്പൊ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 ടേംസുകൾ ഓർത്തിരിക്കണം. ഒരു ടീച്ചിങ് എൻവയോൺമെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കും, ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെഷൻ. അപ്പം 4 മെയിൻ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ 4 ക്രൈറ്റീരിയാസ് അവിടെ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുക? ടീച്ചിങ് എന്നുള്ള ഒരു സാധനം അവിടെ നടക്കുക. ഒന്നെന്താണ്? ഫോക്കസ്. അപ്പൊ എല്ലാ ടീച്ചിങ്ങിനും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിനും ആ ക്ലാസ് വഴി ടീച്ചർ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തോ ഒരു സ്കില്ല് അല്ലെങ്കിൽ എന്തോ ഒരു നോളേജ് അതുണ്ടാവണം.
ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഫോക്കസ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്റർ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ മാക്സിമം പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് എന്ത് ഫോക്കസ്. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഇന്നത്തെ ഫോക്കസ്. അപ്പൊ എന്താണ് ഫോക്കസ്? വാട്ട് ദ ടീച്ചിങ് എയിംസ് ടു ഡെവലപ്പ്. അപ്പൊ എല്ലാ ക്ലാസ്സിനും എന്തുണ്ടാവണം? ഒരു ഫോക്കസ് ഉണ്ടാവണം. വിച്ച് മീൻസ് ഒരു സെഷൻ നടക്കുമ്പോൾ ആ സെഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവണം? കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം. രണ്ടാണ് സിൻടാക്സ്. എന്താണ് ഈ സിൻടാക്സ് എന്നുള്ള ടേം? സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസ് ഓഫ് ടീച്ചിങ്. അപ്പൊ ഞാൻ ഇന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ആദ്യം സിലബസ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞു തന്നു. പിന്നീട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സ് പറഞ്ഞുതരും. പിന്നീട് നിങ്ങളോട് ഞാൻ PYക്ക് ചെയ്യിക്കും. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ച സ്റ്റെപ്സുകൾ. അപ്പൊ ഇതിനാണ് എന്ത് വിളിക്കുന്നത്? സിൻടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും അല്ലെങ്കിൽ എല്ലാ ടീച്ചിങ്ങിനും എന്തും ഉണ്ടാവണം? ഒരു സിൻടാക്സും ഉണ്ടാവണം. ഇനി ടീച്ചിങ് ഒരു സോഷ്യൽ സിസ്റ്റത്തിലേക്ക് നടക്കുക. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ ഈ ക്ലാസ് വഴി എനിക്ക് എന്റെ റോളും നിങ്ങൾക്ക് നിങ്ങളുടെ റോളും ഉണ്ട്. അപ്പൊ ഇവിടൊക്കെ നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ടീച്ചർ സെന്റേഡ്, കൂടുതലും ഞാൻ എന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ക്ലാസ് റൂമുകളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ആയിട്ടും സെമിനാർ ആയിട്ടും ഡിബേറ്റ് ആയിട്ടും ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ടൊക്കെ എന്തുണ്ടാവും? കുറച്ചും കൂടെ ഒക്കെ ലേണർ സെന്റേഡ് മെത്തേഡ്സും ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ടീച്ചറിന്റെ റോള്, എന്തൊക്കെയാണ് സ്റ്റുഡന്റിന്റെ റോൾസ്. അപ്പൊ ഇന്ന് സ്റ്റുഡന്റ് ആണോ കൂടുതൽ റോള് വഹിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെന്റേഡ് ആണോ ഇന്നത്തെ ടീച്ചിങ് എന്നുള്ളത് ആദ്യമേ എന്ത് ചെയ്യണം? പ്രീ പ്ലാൻ ചെയ്യണം. അതാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയാണ് സപ്പോർട്ടിംഗ് സിസ്റ്റം. അപ്പൊ ഓരോ ടീച്ചിങ്ങിനും എന്തുണ്ടാവണം? വെറുതെ പറഞ്ഞു പോവുക എന്നുപരി കുട്ടികളിലേക്ക് അത് പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ ടീച്ചിങ് എയ്ഡുകളോ റിസോഴ്സുകളോ, ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചിങ് എയ്ഡുകളോ റിസോഴ്സുകളോ ഉപയോഗിക്കും. അപ്പൊ അതിനെയാണ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോ ഫോക്കസ്, വാട്ട് ഈസ് ഫോക്കസ്? എന്താണോ ടീച്ചർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് സിൻടാക്സ്? ആ ഒരു ഫേസ് ഓഫ് ടീച്ചിങ്. ഇനി എന്താണ് സോഷ്യൽ സിസ്റ്റം? ടീച്ചർ സ്റ്റുഡന്റ് റോൾ. ഇത് സബ്ജക്ട് സെന്റേർഡ് ആണോ, ടീച്ചർ സെന്റേർഡ് ആണോ, ലേണർ സെന്റേർഡ് ആണോ? ഇതൊക്കെ എന്താണ്? സോഷ്യൽ സിസ്റ്റത്തിൽ പെടുന്നതാണ്. എന്താണ് സപ്പോർട്ടിംഗ് സിസ്റ്റം? ടീച്ചർ ഒരു PPT വെച്ചിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ടീച്ചർ കുറച്ച് 3D ഒബ്ജക്ട്സുകളൊക്കെ കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലാബിൽ പോയിട്ട് അത് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. സോ അതൊക്കെ എന്താണ്? സപ്പോർട്ട് സിസ്റ്റത്തിലാണ് വരിക. അപ്പൊ ഇതെന്തിനു വേണ്ടി ഡിസ്കസ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചത്. ഇവിടെ ഉണ്ട് നാല് ഓർമ്മ. എനിവേ നമുക്ക് നോക്കാട്ടോ, എവിടെയോ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റത്തെ 2025 എന്തായിട്ടുണ്ട്? ചോദ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവട്ടോ. ഇതിന്റെ ഒരു മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ഒക്കെ പോലെ. ഓക്കെ, ഇനി എന്താണ് ലേണിംഗ് ഒബ്ജക്റ്റീവും ലേണിംഗ് ഔട്ട്കം? രണ്ടും ഡിഫറെന്റ് ആണ്. പലപ്പോഴും രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സെഷൻ വഴി എന്താണോ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രൈബ്സ് വാട്ട് ആൻ ഇൻസ്ട്രക്ടർ ഓർ പ്രോഗ്രാം. അപ്പൊ ഇവിടെ എപ്പോഴും ആരുടെ സൈഡാണ്? ആ ഒരു കോഴ്സിന്റെ സൈഡാണ്, അല്ലെങ്കിൽ ആ ടീച്ചർ എടുക്കുന്ന ടീച്ചറുടെ സൈഡിൽ നിന്നാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് അറിയാം. ഇനി എന്താണ് ലേണിംഗ് ഔട്ട്കം? ആ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കിട്ടിയ റിസൾട്ട് ആണ് ലേണിംഗ് ഔട്ട്കം. മനസ്സിലായോ? അപ്പോ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്, ഇന്നത്തെ കോഴ്സിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്, ദിസ് കോഴ്സ് വിൽ ഗിവ് യു പൊട്ടൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ചാപ്റ്റർ ഓഫ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫ്രം ദ പേപ്പർ 1. എന്തായിരിക്കും ലേണിംഗ് ഔട്ട്കം? ആഫ്റ്റർ ദിസ് സെഷൻ യു ഗൈസ് വിൽ ബി ഏബിൾ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ ഫ്രം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഏതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്? ആ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ആ കോഴ്സിന്റെ സൈഡ് എന്ന് പറയുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്. അത് കുട്ടികളിലേക്ക് എന്ത് ആഘാതം ഉണ്ടാക്കും എന്ന് പറയുന്നതാണ് എന്ത്? ലേണിംഗ് ഔട്ട്കം. അപ്പൊ ലേണിംഗ് ഒബ്ജക്റ്റീവ് എപ്പോഴും ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനെ സെന്റർ ചെയ്തിട്ടായിരിക്കും പറയാം. ഔട്ട്കം എപ്പോഴും സ്റ്റുഡന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയാം. ഓക്കെ, അപ്പൊ ഇത് പറയാൻ എന്താണെന്ന് വെച്ചാൽ ബ്ലൂംസ് കോഗ്നിറ്റീവ് ടാക്സോണമി പറയാം. അപ്പൊ എന്താണ് ബ്ലൂമിന്റെ കോഗ്നിറ്റീവ് ടാക്സോണമി? ബ്ലൂംസ് കോഗ്നിറ്റീവ് ടാക്സോണമി പറയുന്നു ലേണിംഗ് ഒബ്ജക്റ്റീവിന്, എന്താണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്? നമ്മൾ പറഞ്ഞല്ലോ, ഈ കൊടുക്കലിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ 6 കോഗ്നിറ്റീവ് സ്കില്ലിൽ 6 ലെവൽസ് ആയിട്ട് ബ്ലൂം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ബ്ലൂംസ് കോഗ്നിറ്റീവ് ടാക്സോണമി എന്നുള്ളത്. മനസ്സിലായോ? ബ്ലൂംസ് കോഗ്നിറ്റീവ് ടാക്സോണമി ഓർഗനൈസസ് ലേണിംഗ് ഒബ്ജക്റ്റീവ് ഇൻടു 6 ലെവൽസ്. 6 ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് സ്കിൽസ് കുട്ടികളിലേക്ക് കൊടുക്കുക. അതായിരിക്കണം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒന്നുകിൽ അത് റിമെമ്പറിംഗ് സ്കില്ലായിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലായിരിക്കണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്കില്ലായിരിക്കണം, അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കില്ലായിരിക്കണം, ഇവാലുവേറ്റീവ് സ്കില്ലായിരിക്കണം, ക്രിയേറ്റീവ് സ്കില്ലായിരിക്കണം. ഈ തരത്തിലുള്ള 6 സ്കില്ലുകളിൽ ഏതെങ്കിലൊക്കെ
ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്കില്ലുകൾ കൊടുക്കുക എന്നുള്ളതായിരിക്കണം എപ്പോഴും ലേണിംഗ് ഒബ്ജക്റ്റീവ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? നിങ്ങളെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കുറച്ച് ഫാക്ട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും, റിമെമ്പർ ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും, PYQ വെച്ച് നോക്കിയിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തരും. അപ്പൊ ഇതൊക്കെ എന്താണ്? ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇങ്ങനെ 6 തരത്തിലാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉള്ളത്. ഇതിനെ ഈ ഓർഡറിൽ തന്നെ പഠിക്കാം. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ് അവരെ കൊണ്ട് അത് ബൈഹാർട്ടെങ്കിലും പഠിപ്പിക്കുക, ഓർമ്മയിലെങ്കിലും ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ KG-യിലും പ്രീ പ്രൈമറി സ്കൂളുകളിലൊക്കെ പോയല്ലോ. അവിടെ നിന്ന് നിങ്ങൾക്ക് മാത്സിന്റെ ഇന്റഗ്രേഷനും ഡെറിവേഷനും ഫിസിക്സിന്റെ ഡെറിവേഷനും ഒക്കെയാണോ ചെയ്യിച്ചത്? അല്ല, നമ്മളോട് പോയ 1ാം ക്ലാസ് മുതലേ ABCDEFGHIJKLMNOP അതിങ്ങനെ പഠിപ്പിച്ച് അത് നമ്മളെ തലയിൽ കയറ്റി. നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് A ആദ്യം വരുന്നു, B ആദ്യം വരുന്നില്ല, എന്തുകൊണ്ട് Z ലാസ്റ്റ് ഇട്ടു? അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ എന്താണോ ടീച്ചർ ഇങ്ങനെ ഒരു ഓർഡർ ഒരു കാര്യം പഠിപ്പിക്കും, ആ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ ഫാക്റ്റുകളും കോൺസെപ്റ്റുകളൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് ടീച്ചർ പാടാൻ പറയുമ്പോൾ നമ്മൾ പാടും. അതാണ് എന്ത്? റിമെമ്പറിങ് സ്കിൽ എന്നുള്ളത്. അതും എന്താണ്? ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവാണ്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലായി. നമ്മൾ കുറച്ചും കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. ഓക്കെ, 1 2 3 4 എന്നിങ്ങനെ എണ്ണുന്നതിന് പകരം അതില് 1 3 5 ഒക്കെ ഓഡ് നമ്പർ ആണ്, 2 4 6 8 ഒക്കെ ഈവൻ നമ്പറുകളാണ്. ഈവൻ നമ്പറുകൾ ഇന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുക, ഓഡ് നമ്പറുകൾ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോൾ ഒരു കൂട്ടം നമ്പറുകൾ കണ്ടാൽ അതിൽ ഇന്നതാണ് ഈവന്, ഇന്നതാണ് ഓഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങി. ആ ഒരു സ്റ്റേജ് ആണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ കുറച്ചും കൂടെ ഒക്കെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ആപ്ലിക്കേഷൻ സ്കില്ലുകൾ നമ്മൾ പഠിച്ചു തുടങ്ങി. അതിലും വലിയ സ്റ്റേജ് ആണ് എന്ത്? അനലറ്റിക്കൽ സ്കില്ലുകൾ, പിന്നെ ഇവാലുവേറ്റീവ്, പിന്നെ ക്രിയേറ്റീവ്. അപ്പൊ ഇതാണ് ബ്ലൂമിന്റെ കോഗ്നിറ്റീവ് ടാക്സോണമി എന്നുള്ളത്. അപ്പൊ ഈ 6 ലേണിംഗ് ഒബ്ജക്റ്റീവുകളെ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവുകളെ 6 കോഗ്നിറ്റീവ് സ്കില്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കാൻ പറ്റണം ക്ലാസ് ചെയ്യുമ്പോൾ. അതാണ് ഇത് ബ്ലൂം പറയുന്നത്. അപ്പൊ ഏറ്റവും ലോവസ്റ്റിൽ ഏതാണുള്ളത്? റിമെമ്പറിങ് സ്കില്ല് മുതൽ ഏറ്റവും ഹൈയിൽ ഏതാണുള്ളത്? ക്രിയേറ്റീവ് സ്കിൽ. കുട്ടികളെ കൊണ്ട് പുതുതായിട്ട് ഉണ്ടാക്കിപ്പിക്കണം, ഡെവലപ്പ് ചെയ്യാൻ പറ്റും, സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, സ്വയം അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റണം. ആ ഒരു സ്കില്ലിലേക്ക് എത്തിക്കാം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണുള്ളത്. ഒന്ന് മെമ്മറി ലെവൽ, മറ്റൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, മൂന്നാമത്തതാണ് റിഫ്ലക്റ്റീവ് ലെവൽ. ഏതൊക്കെയാണ്? മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. മെമ്മറി ലെവലിൽ എന്താണുള്ളത്? മെമ്മറി ലെവലില് ലീസ്റ്റ് തോട്ട്ഫുൾ, അധികം പ്രശ്നമൊന്നുമില്ല. ലൈക്ക് കുട്ടികളെ കൊണ്ട് കുറച്ച് ചിന്താകുലരാക്കിയൊന്നും വേണ്ട, നിങ്ങൾ ഒന്ന് എന്ത് ചെയ്താൽ മതി? കുട്ടികളെ കൊണ്ട് അതൊന്ന് മെമ്മറൈസ് ചെയ്യിപ്പിച്ചാൽ മതി. അതാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. പിന്നീട് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, ഇവിടെ വെറുതെ ഇരുന്നാൽ പോരാ, കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം, എന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആൻഡ് റിഫ്ലക്റ്റീവ് ലെവലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട മോസ്റ്റ് തോട്ട്ഫുൾ ലെവൽ. അപ്പൊ മെമ്മറി ലെവലിനെ ഹെർബാർട്ട്സ് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. മെമ്മറി ലെവലിനെ ഹെർബാർട്ട്സ് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. ഇതെന്താണ്? ഇതൊരു തോട്ട്ലെസ് ടീച്ചിങ് ആണ്. ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് മെമ്മറി ലെവൽ ടീച്ചിങ്. ഇവിടെ എന്താ ഉള്ളത്? റോട്ട് ലേണിംഗ്. എന്താണ് റോട്ട് ലേണിംഗ്? വെറുതെ അങ്ങോട്ട് ബൈഹാർട്ട് പഠിക്കുക, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? റോട്ട് ലേണിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടേണ്ട, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു കോഗ്നിറ്റീവ് സ്കിൽ എന്നുള്ളത് റിമെമ്പറിങ് മാത്രമാണ്. അവർക്ക് കാര്യങ്ങളൊന്നും ഓർമ്മയിലുണ്ടായാൽ മതി. 1 2 3 4 5 ABCDEFG, A for ആപ്പിൾ, B for ബാറ്റ്, ഇതൊക്കെ എന്താണ്? നമ്മളെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം, റിമെമ്പർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം അല്ലെ? അതാണ് ഇത് ഈ ഒരു മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ഇവിടെ എപ്പോഴും എന്താണ്? റോട്ട് ലേണിംഗ്. A for ആപ്പിൾ ആണോ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ A for ആപ്പിളേ പഠിക്കുള്ളൂ. ആ A for ആപ്പിൾ എന്നുള്ള കോളത്തിനപ്പുറത്തേക്ക് A for വേറെ എന്തെങ്കിലുമൊക്കെ ആൽഫബറ്റ്സ് എന്നോ അല്ലെങ്കിൽ എയറോപ്ലെയിനോ ഒന്നുമില്ല, കുട്ടികൾ എഴുതൂല. കുട്ടികൾ A for ആപ്പിളേ പറയുള്ളൂ. അപ്പൊ അത്രയും റോട്ട് ലേണിംഗ് ആണ് എന്തുള്ളത്? മെമ്മറി ലെവലിൽ ഉള്ളത്. അത് എപ്പോഴും ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. ഇവിടെ ടീച്ചറിനാണ് റോള്. ടീച്ചറാണ് കൂടുതലായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ടീച്ചർ എന്ത് ചെയ്യും? ഒരു സീക്വൻസ് ആയിട്ട് പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും സീക്വൻഷ്യലി പ്രസന്റ് ചെയ്യും. അതാണ് ടീച്ചർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇപ്പൊ മെമ്മറി ലെവലിലേക്ക് വരികയാണെങ്കിൽ അത് ലീസ്റ്റ് തോട്ട്ഫുൾ അല്ലെങ്കിൽ തോട്ട്ലെസ് ടീച്ചിങ് ആണ്, ലോവസ്റ്റ് ലെവലാണ്. റോട്ട് ലേണിംഗ് ആണ്, റിമെമ്പറിംഗ് എന്നുള്ള കോഗ്നിറ്റീവ് സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചർ ഇൻഫർമേഷൻ ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ പ്രസന്റ് ചെയ്യും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ മെമ്മറി കൂട്ടാൻ. അതാണ് ക്ലാസ് റൂമിന്റെ സൈഡുകളിലൊക്കെ കുറെ ചാർട്ടുകളൊക്കെ ഉണ്ടാവും. 1ാം ക്ലാസ്സിലും LKG-ലൊക്കെ അല്ലെ. നമ്മൾ +2-ലൊക്കെ എത്തിയപ്പോൾ അത്ര ചാർട്ടുകൾ കണ്ടോ? കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ചാർട്ടുകളൊക്കെ ഉണ്ടാവും ക്ലാസ് റൂമിന്റെ ഫുള്ളിലും. ഇതൊക്കെ എന്തിനാണ്? നമ്മളെ മെമ്മറിയിലേക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ കുട്ടികൾ ഇങ്ങനെ മെമ്മറൈസ് ചെയ്യും, എന്നിട്ട് ടീച്ചർ ചോദിക്കുമ്പോൾ അതിങ്ങനെ ഏറ്റുപാടും. ഓക്കെ, അപ്പൊ ടീച്ചർ ഏത് രീതിയിൽ പഠിപ്പിക്കണം? ടീച്ചർ പഠിപ്പിക്കുന്ന രീതി എന്നുള്ളത് കുട്ടികൾക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടീച്ചർ പഠിപ്പിക്കുക. അതാണ് മെമ്മറി ലെവൽ ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്ലെങ്കിൽ മോറിസൺസ് മെത്തേഡ്. ഓക്കെ, ഇതൊരു തോട്ട്ഫുൾ ടീച്ചിങ് ആണ്. ഇവിടെ റിമെമ്പറിങ് എന്നുള്ള ഒരു കോഗ്നിറ്റീവ് സ്കില്ലല്ല ലേണിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെയാണുള്ളത്? അണ്ടർസ്റ്റാൻഡിങ്ങും അപ്ലൈയിങ്ങും ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്തു? ഫാക്ട്സുകളും റൂളുകളൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങളും കുട്ടികൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റണം. കുട്ടികൾ അത് രണ്ടിയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഐഡിയ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കൊടുക്കണം. ഇത് ടീച്ചർ സെന്റേർഡ് ആണോ അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് സബ്ജക്ട് സെന്റേർഡ് ആണ്. ഇവിടെ സബ്ജക്റ്റിനാണ് ഫോക്കസ്. ഓക്കെ, അപ്പൊ ആ ടീച്ചിങ് വഴി ഉണ്ടാകേണ്ടത് മാസ്റ്ററി ഓഫ് ദ സബ്ജക്റ്റ് ആണ്. ആ വിഷയം അല്ലെങ്കിൽ ആ ഒരു മാത്സ് ആണ് പഠിപ്പിക്കുന്നെങ്കിൽ മാത്സിന്റെ കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഇനി കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ കൊടുക്കുമ്പോൾ അത് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഡയറക്റ്റ് 150 പ്ലസ് 200 പ്ലസ് 400 എത്ര എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നമ്മളൊരു യു പി അല്ലെങ്കിൽ എൽ പി സ്കൂളൊക്കെ എത്തിയപ്പോൾ രാമുവിന്റെ കയ്യിൽ 600 രൂപ ഉണ്ടായിരുന്നു. രാമു കടയിൽ പോയി 10 രൂപയുടെ 5 നോട്ട് ബുക്കുകൾ വാങ്ങി, 5 രൂപയുടെ 5 പേനകൾ വാങ്ങി, 20 രൂപയുടെ അന്തോലോ വാങ്ങി. അല്ലെങ്കിൽ രാമു തിരിച്ചു വന്ന കടയിൽ ഒരു ഐസ്ക്രീം കുടിച്ചു. ഇപ്പോൾ രാമുവിന്റെ കയ്യിൽ എത്രയുണ്ട്? അപ്പൊ നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ കഴിച്ചിട്ട് ഒരു ആൻസറിലേക്ക് എത്താം. ഇവിടെ നമ്മൾ മാസ്റ്റർ ചെയ്യുന്നത് സബ്ജക്റ്റിനെയാണ്. അതാണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ചിട്ട് കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ടീച്ചർ ഒരിക്കലും എന്ത് ചെയ്യരുത്? നോളേജ് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ കൊടുക്കരുത്. കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അല്ലാതെ ബൈഹാർട്ട് ചെയ്യല് ഈ ഒരു സ്റ്റേജിൽ പോസിബിൾ അല്ല. അതാണ് നെക്സ്റ്റ് ലെവൽ. എങ്ങനെയാണ് റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ ഹൺസ് മെത്തേഡ്? റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ ഹൺസ് മെത്തേഡ് ഇതൊരു അപ്പർ തോട്ട്ഫുൾ ലെവലാണ്. ലൈക്ക് ഏറ്റവും നമ്മുടെ ചിന്തയൊക്കെ വേണ്ട ഒരു ലെവൽ. ഇതിനെ ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ എന്ന് വിളിക്കുക. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? വാട്ട് ഈസ് ഇൻട്രോസ്പെക്ഷൻ? ആക്റ്റീവ് ആവട്ടോ. ഇതൊരു ടീച്ചർ സെന്റേർഡ് ക്ലാസ് തന്നെ ആവണ്ട, നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്കിത് സബ്ജക്ട് സെന്റേർഡ് ആക്കാം. സബ്ജക്റ്റിനെ പറ്റി എന്തൊക്കെ അറിയാം അതൊക്കെ പറയുള്ളൂ. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? കേട്ടിട്ടില്ലേ? ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഒക്കെ ഒന്ന് നടത്തി നോക്കൂ എന്നൊക്കെ പറയുന്നത്. നമ്മളിലേക്ക് തന്നെ നോക്കുന്നതാണ് ഒരു ഇൻട്രോസ്പെക്ഷൻ എന്നുള്ളത്. വെറും ഒരു ഒബ്സർവേഷൻ അല്ല, ഒരു സെൽഫ് അനലൈസിസ് ഒക്കെയാണ് ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാറ്. ഓക്കെ, ആ ഒരു ലെവലാണ് എന്ത്? റിഫ്ലക്റ്റീവ് ലെവൽ എന്നുള്ളത്. ഇത് ലേണർ സെന്റർഡ് ആണ്. ഇവിടെ ആർക്കാണ് ഇമ്പോർട്ടന്റ്? പഠിക്കുന്ന ആ ലേണറിനാണ് ഇമ്പോർട്ടന്റ്. ടീച്ചർ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ടീച്ചർക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊടുക്കാനൊരു അവകാശം എന്തില്ല? ഈ ഹയർ ലെവൽ ഓഫ് ടീച്ചിങ്ങിനില്ല. ടീച്ചർ ഒരു ഡെമോക്രാറ്റിക് റോളാണ് അവിടെ വഹിക്കേണ്ടത്. വിച്ച് മീൻസ് ടീച്ചറുടെ റോൾ എന്നുള്ളത് ആ ലേണിംഗ് എൻവയോൺമെന്റിനെ മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യേണ്ടതൊക്കെ ആര് ചെയ്തോളൂ? കുട്ടികൾ ചെയ്തോളൂ. നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടേണ്ട ലേണിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ട് കിട്ടേണ്ട കോഗ്നിറ്റീവ് സ്കില്ലുകളാണ് അനലൈസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊരു പ്രോബ്ലം സെന്റേർഡ് ആണ്, സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. പ്രോബ്ലം റൈസിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ആണ് ഈ ഒരു സ്റ്റേജിന്റെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പൊ ഇവിടെ കുട്ടികളിൽ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ഉണ്ടാക്കണം. 3 ലെവൽ: മെമ്മറി ലെവൽ ഹെർബാർട്സ് മെത്തേഡ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ മോറിസൺസ് മെത്തേഡ്, റിഫ്ലക്റ്റീവ് ലെവൽ ഹൺസ് മെത്തേഡ്. ഓരോന്നിന്റെയും ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചു. ഇനി എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ടീച്ചിങ്? ടീച്ചിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ്. ഒന്ന്, ആരൊക്കെ വേണം? ഒരു ടീച്ചർ വേണം, ഒരു ലേണർ വേണം, ഒരു സബ്ജക്ട് വേണം, ഒരു ടീച്ചിങ് എൻവയോൺമെന്റ് വേണം. ഒരു ഓഫ്ലൈൻ മോഡിലാണെങ്കിൽ അതൊരു ക്ലാസ് റൂമിൽ ഉണ്ടാവും. ഇപ്പൊ ഒരു ഓൺലൈൻ മോഡ് ആയതുകൊണ്ട് നമ്മൾ സൂമിന്റെ സഹായത്തോടു കൂടി ഈ ഒരു ടീച്ചിങ് എൻവയോൺമെന്റിൽ നിന്ന് പഠിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തിനു വേണം? ടീച്ചിങ് ഇങ്ങനെ വേണം. അതാണ് ബേസിക് റിക്വയർമെന്റ്സ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? ഇപ്പൊ എന്റെ മുന്നിൽ ലൈക്ക് ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഈ ഒരു സെഷൻ ഒരു അറൌണ്ട് 10 സ്റ്റുഡൻസ് എന്തായാലും കേൾക്കുന്നുണ്ട് അല്ലെ? ഞാനും ഇതിന്റെ കോർഡിനേറ്റർ ഒക്കെ ഒഴിവായി 10 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. ഈ 10 ആൾക്കാരും 10 രീതിയിലുള്ള ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ഒരാൾക്ക് ഉണ്ടാവുന്ന അതേ ഐക്യം, അതേ എല്ലാ ഫീച്ചേഴ്സും എന്തല്ല
എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. യുണീക്കാണ്, 10 ആൾക്കാരും 10 തരത്തിലുള്ള യുണീക്കാണ്. ആ ഒരു ഡിഫറൻസിനെ അംഗീകരിക്കലും മനസ്സിലാക്കലുമാണ്, അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് എന്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നുള്ളത്. ഓക്കെ, പീപ്പിൾ ആർ സിമിലർ ആൻഡ് ഹൗ ദേ ഡിഫർ ഇൻ ബിഹേവിയർ, ദർ തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. അവരുടെ ബിഹേവിയറിലും തിങ്കിങ്ങിലും ഫീലിംഗിലൊക്കെ എന്താണ് വ്യത്യാസപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നാളെ നമ്മളൊക്കെ പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങളൊക്കെ ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ എന്റെ മുന്നിലുള്ള 60 സ്റ്റുഡൻസ് 60 ഇൻഡിവിജ്വൽസ് ആണ്. അവരൊരിക്കലും ഒരു ഗ്രൂപ്പ് അല്ല. അതിൽ ഓരോരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ തന്നെ നമ്മുടെ അൺവാണ്ടഡ് കമ്പാരിസൺ, കുട്ടികൾക്കിടയിലുള്ള കമ്പാരിസൺ നമ്മൾ നിർത്തും. നമ്മുടെ ഫേവറിസം നമ്മൾ നിർത്തും. ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഗുഡ് ആൻഡ് പവർ കുട്ടികളെ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് ആർ ഡിവൈഡഡ് ഇൻടു 5 കാറ്റഗറീസ് അക്കോർഡിംഗ് ടു ഗുഡ് ആൻഡ് പവർ. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് സക്സസ്ഫുൾ സ്റ്റുഡൻസ്. അപ്പൊ ഈ സക്സസ്ഫുൾ സ്റ്റുഡൻസ് അവർക്ക് ബൈ ബർത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കഴിവുണ്ട്, അവർക്ക് പഠിക്കാൻ താല്പര്യവും ഉണ്ട്. ആൻഡ് ഓൾസോ അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരെ കൊണ്ട് വലിയ ഡിസിപ്ലിനറി പ്രോബ്ലം ഒന്നും ഇല്ല, ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് സക്സസ്ഫുൾ സ്റ്റുഡൻസ് എന്നുള്ളത്. എന്ന് കരുതി അവർ മാത്രമേ സക്സസ് ആകൂ എന്നല്ല കേട്ടോ, ആ ടേം മൂപ്പർ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സോഷ്യൽ സ്റ്റുഡൻസ്. സോഷ്യൽ സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ അവർക്ക് ക്ലാസ്സിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ അല്ലെ, ഹോംവർക്ക് ആക്ടിവിറ്റിയോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അന്ന് അവിടെ NSSന്റെ ക്യാമ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസിങ് സെഷൻ ഉണ്ട്, ഒരു ക്ലീനിങ് ക്യാമ്പയിൻ ഉണ്ട്. ഇന്ന് പരിസ്ഥിതി ദിനമാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാം, അല്ലെങ്കിൽ ഒരു അംഗൻവാടിയിലേക്കൊക്കെ ഒരു പരിപാടി നടത്താം എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര ആക്റ്റീവാണ്. സോഷ്യലൈസിങ് ആക്ടിവിറ്റിയിൽ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് സോഷ്യൽ സ്റ്റുഡൻസ്. അവർ അക്കാഡമിക്കലി വലിയ ബ്രൈറ്റ് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവർ എക്സലന്റ് ആണ്. നെക്സ്റ്റ് ആണ് ഡിപ്പെൻഡന്റ് സ്റ്റുഡൻസ്. ഡിപ്പെൻഡന്റ് സ്റ്റുഡൻസ് ആർ ദ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഹു നീഡ് മോർ ടീച്ചർ സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ. നമുക്ക് കുറച്ചധികം അവരെ പരിഗണിക്കേണ്ടി വരും, അവർക്ക് കുറച്ചധികം സപ്പോർട്ട് ആവശ്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന അതേ പേസിൽ അല്ലെങ്കിൽ അതേ സ്പീഡിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അധികം സപ്പോർട്ടും അധികം മോട്ടിവേഷനും ആവശ്യപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് ഡിപ്പെൻഡന്റ് സ്റ്റുഡൻസ്. അവർക്ക് എല്ലാത്തിനും എന്തുണ്ട് വേണം, ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഒന്നുകൂടി പറയേണ്ടി വരും, വീണ്ടും പറയേണ്ടി വരും. അവർക്ക് പല പല ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യും, തങ്ങളുടെ ക്ലാസ്മേറ്റ്സും ഒക്കെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്വയം സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും അധികം പങ്കെടുക്കാനാവാത്ത ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ആര്, ഡിപ്പെൻഡന്റ് സ്റ്റുഡൻസ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ടത്. സക്സസ്ഫുൾ സ്റ്റുഡൻസ് നമ്മൾ ആ ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ദേ നോ ഹൗ ടു സ്റ്റഡി, പിന്നെ നമ്മൾ അവരുടെ പ്രോഗ്രസ് ഒക്കെ ഒന്ന് അന്വേഷിച്ച് ചെക്ക് ചെയ്താൽ മതി. സോഷ്യൽ സ്റ്റുഡൻസിനെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കരിയർ ഒക്കെ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയാൻ പറ്റണം. ഡിപ്പെൻഡന്റ് സ്റ്റുഡൻസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കൂടുതൽ ഫോക്കസും അറ്റൻഷനും ആവശ്യമുള്ള സ്റ്റുഡൻസ് ഡിപ്പെൻഡന്റ് സ്റ്റുഡൻസ് ആണ്. ഇനിയാണ് ഏലിയനേറ്റഡ് സ്റ്റുഡൻസ്. ഇവർ കുറച്ചൊക്കെ സൈക്കോളജിക്കൽ ഹെൽപ്പ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസ് ആണ്. ഇവർക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ല. സ്കൂളിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പെട്ടെന്ന് സ്കൂളിൽ പോകണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. അതാണ് എന്ത് ഏലിയനേറ്റഡ് സ്റ്റുഡൻസ് എന്നുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവരെ തിരിച്ചറിയുക, ഇവർക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക, അതിനാവശ്യമുള്ള തെറാപ്പിയോ അല്ലെങ്കിൽ ഒരു സെഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നെക്സ്റ്റ് ആണ് ഫാൻഡം സ്റ്റുഡൻസ്. ഫാൻഡം സ്റ്റുഡൻസ് എന്നുള്ളത് ഇവര് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊന്നും വലിയ ആക്റ്റീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയുണ്ടാവില്ല, സൈലന്റ് ആയിരിക്കും, പക്ഷെ പഠിക്കും. ഓക്കെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊന്നും വലിയ ആക്റ്റീവ് അല്ല, പക്ഷെ എന്ത് ചെയ്യും, പഠിക്കും. ഒരു സൈലന്റ് പഠിപ്പിന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതാണെന്ത് ഫാൻഡം സ്റ്റുഡൻസ് എന്നുള്ളത്. ആക്ടിവിറ്റീസ് ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്യും, പക്ഷെ എന്തില്ല, ഗ്രൂപ്പ് വർക്കിലൊന്നും അത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ആ ഒരു കാറ്റഗറി ആണ് എന്ത് ഫാൻഡം സ്റ്റുഡൻസ്. ഇങ്ങനെ 5 ടൈപ്സ് കാറ്റഗറിയിൽ സ്റ്റുഡൻസ് ഉണ്ട്. ഇനി മയേഴ്സ് ആൻഡ് ബ്രിക്സ്, ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ലേണിംഗ് ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇവർ പറയുന്നു ഒരു കുട്ടിയെ 16 പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ട്. ഈ 16 പേഴ്സണാലിറ്റി ടൈപ്സിലാണ് ഓരോ കുട്ടികളുള്ളത്. ചില ആൾക്കാർ എന്തായിരിക്കും, ഇൻട്രോവേർട്ട് ആയിരിക്കും, അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇൻഡ്യൂഷൻ വഴി ആയിരിക്കും, അവര് തിങ്കിങ് ആയിരിക്കും, അവര് ജഡ്ജിങ് ആയിരിക്കും. ചില ആൾക്കാർ അതേ ഇൻട്രോവേർട്ട് ആയിരിക്കും, പക്ഷെ അവർ സെൻസിങ് ആയിരിക്കും, തിങ്കിങ് ആയിരിക്കും, ജഡ്ജിങ് ആയിരിക്കും. ചില കുട്ടികൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, പക്ഷെ ഇൻഡ്യൂഷൻ വഴി ആയിരിക്കും അവർ കാര്യങ്ങൾ ഇൻഫർമേഷൻ എടുക്കുക, അവർ തീരുമാനങ്ങളൊക്കെ എടുക്കുക, അവരുടെ മൈൻഡ് അല്ലെങ്കിൽ ഫീലിംഗ് വഴി ആയിരിക്കും. അവരും ജഡ്ജിങ് എന്നുള്ളതായിരിക്കും, ഭൂമിയെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്യാം ജഡ്ജ്മെന്റ് വഴിയായിരിക്കും. ഇങ്ങനെ 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 കാരണം ഇതൊക്കെ ഓരോ കോഡാട്ടോ. ചില കുട്ടികൾ എന്തായിരിക്കും, ISTJ ആയിരിക്കും, ചില കുട്ടികൾ INFP ആയിരിക്കും. ഇങ്ങനെ 16 തരത്തിൽ കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് മേയേഴ്സ് ആൻഡ് ബ്രിക്സ് ടൈപ്പ് പറയുന്നത്.
അപ്പൊ ഏതൊക്കെയാണ് ഈ 14 ടൈപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, കുട്ടികളുടെ അറ്റൻഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതനുസരിച്ച് നമുക്ക് അവരെ എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്, എക്സ്ട്രാവേർഷൻ ഇൻട്രാവേർഷൻ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ ടേം ഇപ്പം ഭയങ്കര പോപ്പുലർ ആണ് അല്ലെ. എന്താണ് എക്സ്ട്രാവേർഷൻ? ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് എൻവയോൺമെന്റ്സിൽ എനർജൈസ് ആവുന്ന കുട്ടികളാണ് എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നത്. അവരെന്താണ് നല്ലോണം സംസാരിക്കും, സംസാരിച്ചായിരിക്കും അവർ ചിന്തിക്കുക ചെയ്യും, വെർബൽ പ്രോസസ് ആയിരിക്കും, അവർ കൂടുതലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രിഫർ ചെയ്യാം, അവർ ഔട്ട് ഗോയിങ് ആയിരിക്കും, എക്സ്പ്രസീവ് ആയിരിക്കും. ഇനി എന്താണ് ഇൻട്രോവേർട്ട്? അവർ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് ഒക്കെ അവർ ഒറ്റയ്ക്ക് നടത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ, അവര് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് സെറ്റിംഗ്സിലായിരിക്കും ഉണ്ടാവുക, റിഫ്ലക്റ്റീവ് ആണ്, പ്രൈവറ്റ് ആണ്, കാം ആണ്. ഈ 2 തരത്തിൽ എന്തുണ്ടാവും? കുട്ടികൾ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ എടുക്കുന്ന അനുസരിച്ച് സെൻസിങ്, അതുപോലെ ഇൻഡ്യൂഷൻ. ചില ആൾക്കാർ കോൺക്രീറ്റ് ഫാക്ട്സും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി മാത്രമേ ആ ഇൻഫർമേഷൻ അവർക്ക് എടുക്കുള്ളൂ. അതാണ് സെൻസിങ് എന്നുള്ളത്. ഒരു വിശ്വസിക്കാൻ അടിസ്ഥാനപ്പെടുത്തിയ വസ്തുതകളും വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരതിലേക്ക് ഫോക്കസ് ആവുകയുള്ളൂ. അപ്പൊ അവർക്കൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ അത്രയും പ്രാക്ടിക്കൽ എക്സാമ്പിൾസും ഒരു റിയൽ സിറ്റുവേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കെമിസ്ട്രിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജനും സൾഫ്യൂരിക് ആസിഡ് ഒക്കെ കൂടി ചേരുമ്പോൾ ഇന്ന കളറിലുള്ള ഒരു പുക പുറത്തേക്ക് വരും. അത് എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. അത് H2SO4 എന്നുള്ള രീതിയിലുള്ള ഒരു കെമിക്കലായി മാറും എന്നൊക്കെ ഭയങ്കര ക്ലാസ്സിൽ ഇങ്ങനെ ഘോരം പ്രസംഗിക്കുമ്പോൾ എന്തെയില്ല, ഈ കുട്ടികൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതേ സാധനം ലാബിൽ പോയിട്ട് ടീച്ചർ ഒരു ടെസ്റ്റ് ട്യൂബില് ഹൈഡ്രജനും ഒരു ടെസ്റ്റ് ട്യൂബില് സൾഫ്യൂരിക് ആസിഡ് SO4 ഒക്കെ എടുത്ത് അതിങ്ങനെ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവർക്ക് എന്തിനു വേണം? ഇവർക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വേണം. അപ്പൊ ഇവർക്ക് കാണുക, കേൾക്കുക, ഇതൊക്കെ ഈ 5 സെൻസിൽ ഏതെങ്കിലുമൊക്കെ ഒരു സെൻസ് അല്ലെങ്കിൽ 5 സെൻസിനെയും തൃപ്തിപ്പെടുത്തിയ ഇൻഫർമേഷൻ മാത്രമേ ഇവർ അംഗീകരിക്കുള്ളൂ. ഓക്കെ, സോ ഒബ്സർവന്റ് ആണ്, പ്രസന്റ് ഓറിയന്റഡ് ആണ്. എന്താണ് ഇൻഡ്യൂഷൻ? ഇൻഡ്യൂഷൻ വഴി ഇൻഫർമേഷൻ എടുക്കുന്ന കുട്ടികൾ അവര് അങ്ങനെ ഒരു കോൺക്രീറ്റ് ഡാറ്റിന് വേണ്ട. ആരോ ഒരാൾ ഇന്ന് കന്നിപ്പറ തുറന്നിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ശേഷമുള്ള ബുക്കുകളൊക്കെ അവിടെ ഒഴിവാക്കും. അത്രയും എന്താണ് അവർക്ക് അത്രയും വേണ്ട. ഓക്കെ, അപ്പൊ അവര് അബ്സ്ട്രാക്ട് ഐഡിയനൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെ കേൾക്കുന്ന കുറെ സാധനങ്ങളൊക്കെ അവര് ഫോക്കസ് ചെയ്യാം. ഇത് മോശമാണെന്നല്ല കേട്ടോ, ഇവർ കൂടുതലും ഇവരുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെയും ഇമാജിനേഷനൊക്കെയാണ് ഇവർ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇൻഡ്യൂഷൻ. ഇനി എങ്ങനെയാണ് ഡിസിഷൻ എടുക്കാം? നമ്മളെപ്പോഴും തീരുമാനം എടുക്കുമ്പോൾ 2 കാറ്റഗറി തീരുമാനം എടുക്കാം. ഒന്ന് നമുക്ക് മൈൻഡ് കൊണ്ട് എടുക്കാം, നമുക്ക് ബ്രെയിൻ കൊണ്ട് എടുക്കാം. എന്താ അങ്ങനെ പറയണേ? മൈൻഡ് കൊണ്ടുള്ള തീരുമാനം എപ്പോഴും നമ്മൾ ഇമോഷൻസിന്റെ പുറത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനമായിരിക്കും. ബ്രെയിൻ കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം എപ്പോഴും നമ്മൾ അതിന്റെ വരും വരായികളെ ആലോചിച്ചിട്ട് ഒരു ലോജിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ എടുക്കുന്ന തീരുമാനമായിരിക്കും. ഓക്കെ, അപ്പൊ മൈൻഡ് കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം എന്നുള്ള കാറ്റഗറി ഫീലിംഗ് F എന്നും തിങ്കിങ് എന്നുള്ള T കാറ്റഗറിയിലാണ് സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അവർ ഈ ലോകമായിട്ട് അല്ലെങ്കിൽ ഈ വേൾഡുമായിട്ട് അവർ ഡീൽ ചെയ്യുന്നത്? ലൈക്ക് അവരുടെ ഷെഡ്യൂളും റൂട്ടീനൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ചിലതാണ് ജഡ്ജിങ്ങും പെർസീവിങ്. ജഡ്ജിങ് എന്നുള്ള കാറ്റഗറിയിലെ കുട്ടി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്തിനാണ് പറഞ്ഞു വെച്ചാൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ MBTI എന്നൊക്കെ ഒന്ന് PYQ അയച്ചു കൊടുത്താൽ സാധനം വരും എന്താ ചോദിച്ചത് എന്നുള്ളത്. ഇതാണ് ജഡ്ജിങ്. ജഡ്ജിങ്ങിലുള്ള കുട്ടികൾ അവരെപ്പോഴും ഭയങ്കര ഓറിയന്റഡ് ആയിരിക്കും. അവർക്കൊരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും, വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാവും, മന്ത്ലി ടൈം ടേബിൾ ഉണ്ടാവും. ഭയങ്കര പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും അവര്. ആ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ആ പ്ലാന്റെ അപ്പുറത്തേക്ക് അവരൊരു കാര്യം ചെയ്യാൻ അവര് വില്ലിങ് ആയിരിക്കും, ഭയങ്കര സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും ഈ ജഡ്ജിങ് എന്നുള്ള കാറ്റഗറി. കണ്ട, അവര് ലൈക്സ് മേക്സ് ലിസ്റ്റസ് ആൻഡ് സ്റ്റിക്കിംഗ് ടു ദം. ഇന്ന് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ആ ടു ഡു ലിസ്റ്റ് എന്തായാലും ഫോളോ ചെയ്യും. അവരങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവാം. എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് മിനിറ്റിലേക്ക് ബാക്കി വെക്കാത്ത ആൾക്കാർ. അതാണ് ജഡ്ജിങ് എന്നുള്ളത്. പെർസീവിങ് എന്നുള്ളത് അവർ ഫ്ലെക്സിബിൾ ആണ്. ഞാനിന്ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഞാൻ നാളെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എക്സാം എടുത്തില്ലേ, എനിക്ക് നാളെ ചായ പിടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം. അപ്പൊ ആ ഒരു കാറ്റഗറിയാണ് ആരുടെ പെർസീവിങ് എന്നുള്ളത്. അവരെപ്പോഴും ഓപ്പൺ ആണ്. ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയാലും എന്താണ്, അവർ ഓപ്പൺ ആണ്, ഫ്ലെക്സിബിൾ ആണ്, സ്പോണ്ടേനിയസ് ആണ്. അവർക്ക് അപ്പം പ്ലാൻ ചെയ്താൽ അപ്പം പോകാൻ പറ്റും. ഓക്കെ, അവർ ന്യൂ ഓപ്ഷൻസിന് ഓപ്പൺ ആണ്. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് വരുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് പെർസീവിങ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാറ്റഗറീസ് അല്ലെങ്കിൽ ഇത്രയും ടൈപ്സ് ഉണ്ട്. അപ്പൊ ചില കുട്ടികളൊക്കെ ഒരേ സമയം എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ആ കുട്ടികൾ ഇൻഡിവിജ്വൽ എന്നായിരിക്കും, ഫീലിംഗ് ആയിരിക്കും, പെർസീവിംഗ് ആയിരിക്കും. അപ്പൊ ഈ 4 ഏതെങ്കിലുമൊക്കെ ആയിട്ട് അവർ വരും.
ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ. തൊണ്ട വരയ്ക്കട്ടെ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്താണ് മെത്തേഡ്? മെത്തേഡ് മീൻസ് ഏത് രീതിയിലാണോ ആ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്, അതാണ് മെത്തേഡ്. മോഡ് ഇൻ വിച്ച് മെറ്റീരിയൽ ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദ ടീച്ചർ ടു ലേൺ, അതാണ് ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, അപ്പൊ മെത്തേഡിൽ 4 ടൈപ്സ് ഉണ്ട്. ഒന്ന് ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ഉണ്ട്, മറ്റൊന്ന് ലേണർ സെന്റേർഡ്, പിന്നെ സബ്ജക്ട് സെന്റേർഡ് അല്ലെങ്കിൽ കോണ്ടന്റ് ബേസ്ഡ്, പിന്നെ ഒരു പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ്. അപ്പൊ ടീച്ചർ സെന്റേർഡ് മെത്തേഡിൽ ടീച്ചർ ആയിരിക്കും എക്സ്പേർട്ട് അല്ലെങ്കിൽ അതോറിറ്റി. അപ്പൊ ടീച്ചർ ഇങ്ങനെ വന്ന് ഘോരഘോരം പ്രസംഗിക്കും, കുട്ടികളൊക്കെ ഇരുന്ന് നോട്ട് എഴുതിയെടുക്കും, എന്താണ് അവിടെ അനങ്ങാതെ ഇരിക്കും. ടീച്ചർ എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കും. അതാണെന്ത് ടീച്ചർ സെന്റേർഡ് എന്നുള്ളത്. ടീച്ചർ ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ അതോറിറ്റി ആണ്. ലേണർ എപ്പോഴും എന്താണ് ഒരു പാസീവ് റോളാണ്. ലേണറുടെ പണി എന്താണ്? ടീച്ചർ പറയുന്ന എല്ലാ നോളേജും എല്ലാ പോയിന്റും മിസ് ചെയ്യാതെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത, അതാണ് എന്ത് ലേണറിന്റെ പരിപാടി. അപ്പൊ ടീച്ചർ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ടീച്ചർ ക്വസ്റ്റ്യൻ ചെയ്യില്ല. തെറ്റല്ലേ ടീച്ചറെ ചോദിക്കില്ല. അപ്പൊ ടീച്ചർ ലേണേഴ്സ് എപ്പോഴും എന്തായിരിക്കും ഒരു പാസീവ് റോൾ ആയിരിക്കും അവിടെ വഹിക്കുക. ഓക്കെ, ഒരു ലാക്ക് ഓഫ് ഇൻവോൾവ്മെന്റ് ഓഫ് ലേണേഴ്സ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ലേണിംഗ് എപ്പോഴും എന്താണ് ക്ലോസ്ഡ് എൻഡഡ് ആണ്. ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാല് അവിടെ തീർന്നു. നിങ്ങൾ അതിനെ പറ്റി ഒരു ഫോളോ ബാക്കോ ഫീഡ്ബാക്കോ അതിനെ പറ്റി ഒരു ക്വസ്റ്റ്യനോ ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അത് ക്ലോസ്ഡ് എൻഡഡ് ആണ്. അപ്പൊ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നത് ഇങ്ങനെ പറയാം, മെമ്മറൈസ് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ അത് ഇൻഫർമേഷൻ ഉണ്ടാക്കണം. അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടുപേരും ആക്റ്റീവ് റോൾ വഹിക്കണം. എങ്കിൽ മാത്രമേ അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് സ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒരാൾ മാത്രം ഒരു സമയം പറഞ്ഞാൽ അതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുക. എസ്പെഷ്യലി സ്കൂൾ എഡ്യൂക്കേഷനിലാട്ടോ. ഇതൊക്കെ നിങ്ങളൊരു അഡൾട്ട് ലേണേഴ്സിലും നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കുറച്ച് ചെറിയ കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറീസ് ഒക്കെ വന്നിട്ടുള്ളത്. സ്റ്റുഡൻസ് ഇപ്പോഴും ഒരു പാസീവ് റെസിപ്പിയൻസ് ആയിരിക്കും. ഓക്കെ, ടീച്ചിങ് എൻവയോൺമെന്റ് ഭയങ്കര ഫോർമൽ ആയിട്ടായിരിക്കും. ടീച്ചർ വരുമ്പോൾ അപ്പം എണീച്ചിരിക്കണം, ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയണം. അങ്ങനെ കുറെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്തിട്ടില്ല കുറച്ച് ഫോർമൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഫോളോ ചെയ്യണം. എന്താണ് ഒരു ഭയങ്കര ഫോർമൽ സ്ട്രിക്റ്റ് ഫോർമൽ ഒരു റിജിഡ് എൻവയോൺമെന്റിൽ നടക്കുന്ന ടീച്ചിങ് ആണ് ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് എന്നുള്ളത്. ഇതെപ്പോഴും കംപ്ലീറ്റ് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ലാർജ് സ്കെയിൽ ഓഫ് കുട്ടികളൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ടീച്ചർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ടീച്ചർ കുറച്ച് അതോറിറ്റേറ്റീവ് ആയിട്ടൊക്കെ നിൽക്കണം. ഓക്കെ, രണ്ടിനും രണ്ട് വശങ്ങളും ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡിന്റെ എക്സാമ്പിൾസ്? ലെക്ചർ മെത്തേഡ്, ടീം ടീച്ചിങ്. ടീം ടീച്ചിങ് മീൻസ് രണ്ടോ അതിൽ കൂടുതലോ ടീച്ചേഴ്സ് ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ്. ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ. ലെക്ചർ മെത്തേഡ് ആണല്ലേ നമ്മളിപ്പോ നടക്കുന്നതൊക്കെ ലെക്ചർ മെത്തേഡിന് എക്സാമ്പിൾ ആണ്. TV ഓർ വീഡിയോ പ്രസന്റേഷൻ. ഡിഡക്റ്റീവ് ടീച്ചിങ്. എന്താണ് ഡിഡക്റ്റീവ് എന്ന് പറയട്ടെ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് റിസർച്ചിനെ അതിന്റെ ലോജിക് അനുസരിച്ച് ഇൻഡക്റ്റീവ് റിസർച്ച് എന്നും ഡിഡക്റ്റീവ് റിസർച്ച് എന്നും വിളിച്ചു. നാച്ചുറൽ സയൻസിന്റെ റിസർച്ചുകൾ എപ്പോഴും എന്താണ്? നാച്ചുറൽ സയൻസിന്റെ റിസർച്ചുകൾ എപ്പോഴും അല്ലെങ്കിൽ തിയറി ബ്രിങ് ചെയ്യുന്ന റിസർച്ചുകൾ എപ്പോഴും എന്തായിരിക്കും? ഡിഡക്റ്റീവ് ആയിരിക്കുമോ ഇൻഡക്റ്റീവ് ആയിരിക്കുമോ? ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരും ഇല്ല ഇവിടെ? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മെഹബൂബ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പേര് കണ്ടൊരു ഓർമ്മയുണ്ടല്ലോ. ഇൻഡക്റ്റീവ് അല്ലേ? പർട്ടിക്കുലറിലല്ല ജനറലിലേക്ക് പോകുന്നത്. ഒരു ചെറിയ ലാബ് എൻവയോൺമെന്റിൽ നടന്ന എക്സ്പെരിമെന്റ് വെച്ചിട്ടല്ലേ ഒരു തിയറി ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഡക്റ്റീവ്? ഡിഡക്റ്റീവ് കുറഞ്ഞു വരുന്നത്, ഇൻഡക്റ്റീവ് പെർട്ടിക്കുലർ ടു ജനറൽ. ഓക്കെ, ഇനി എന്താണ് ഡിഡക്റ്റീവ് ടീച്ചിങ്? ഡിഡക്റ്റീവ് ടീച്ചിങ് എന്നുള്ളത് ഇപ്പം നമുക്ക് ഇന്ന് പഠിപ്പിക്കാനുള്ളത് ബ്ലഡിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോഡലാന്ന് വിചാരിച്ചിട്ടോ. ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോഡൽ ഓഫ് ബ്ലഡ്, അതാണ് ഇന്നത്തെ വിഷയം എന്ന് വിചാരിക്കും. അപ്പൊ അതൊരു ഡിഡക്റ്റീവ് ടീച്ചിങ്ങിലാവുമ്പോൾ തന്നെ വാട്സ് ആൻഡ് ക്രിക്ക് ഈ സാധനം ഫൗണ്ട് ചെയ്തു, ഇന്ന വർഷം ഫൗണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഫാക്ട്സുകളും കൺസെപ്റ്റുകളൊക്കെ ആദ്യം പറഞ്ഞു കൊണ്ടിട്ട് ഇതെന്താന്ന് പറയാം. ഇതാണ് ഡിഡക്റ്റീവ് ടീച്ചിങ് എന്നുള്ളത്. ഇതേ സാധനം നമുക്ക് ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിൽ എടുക്കും അല്ലെ? ആ ജനറൽ റൂൾ കൺസെപ്റ്റ്. ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ? ഇൻഡക്റ്റീവ് ടീച്ചിങ്ങിലേക്ക് ആകുമ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മള് ചെറിയ കുട്ടികളിലേക്ക് ഇതൊക്കെ എടുക്കണ്ടാവും കേട്ടോ.
നമ്മുടെയൊക്കെ നിങ്ങൾ ബ്ലഡ് കണ്ടിട്ടില്ലേ, കൈ മുറിഞ്ഞ ബ്ലഡ് വരില്ലേ, ഈ ബ്ലഡിനെ ഇങ്ങനെ അതിന്റെ ഗ്രൂപ്പുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ അറിയോ? അങ്ങനെയൊക്കെ ചോദിച്ച് അവർക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ വാട്സാപ്പ് ക്രിക്കിലേക്കൊക്കെ വരും. അതാണെന്ത് ഇൻഡക്റ്റീവ് ടീച്ചിങ്. അതൊന്നും കൂടി എന്തായി, കുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ആയി, കുട്ടികൾ അതിന്റെ ഭാഗമായി. ഓ, ആ ബ്ലഡ് ഉണ്ട്, ആ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു മാത്രം ലാസ്റ്റിലേക്ക് വരും. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് DNA മോഡലാണ്, ബ്ലഡിന്റെ DNA മോഡലാണെന്ന് പറയുമ്പോൾ അവിടെ എന്തായി മാറി, അത് ഡിറ്റക്റ്റീവ് ടീച്ചിങ് ആയിട്ട് മാറി. ഓക്കെ, അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. അത് ലേണർ സെന്റേർഡ് ആക്കണമെങ്കിൽ അത് ഇൻഡക്റ്റീവ് ടീച്ചിങ് ആണ് കൊണ്ടുവരേണ്ടത്. ലേണർ സെന്ററിലേക്ക് വരുമ്പോൾ ടീച്ചർ എന്നുള്ളത് ഇവിടെ ഒരു അതോറിറ്റി അല്ല, ടീച്ചർ ഇവിടെ ഒരു അതോറിറ്റി അല്ല, ടീച്ചർ ഒരു റിസോഴ്സാണ്. ടീച്ചർ ഒരു റിസോഴ്സ്. അപ്പൊ ടീച്ചറുടെ റോൾ എന്നുള്ളത് ആ ലേണിംഗ് എൻവയോൺമെന്റിനെ ഒന്ന് മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഈക്വലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റോള് ക്ലാസ് റൂമുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ലേണർ സെന്റേർഡ് മെത്തേഡ്. ഡിസ്കഷൻ വഴി നടക്കുക, ഡിസ്കവറി അല്ലെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച്. ലേണർ ആണ് ലേണിംഗിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്, ടീച്ചർ ആ ലേണിംഗിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുട്ടികളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ എന്ത് ചെയ്യാം, ടീച്ചർ അഡ്രസ് ചെയ്യാം. എല്ലാവർക്കും ഒരുപോലെ ക്ലാസ് എടുത്താൽ മതിയായിക്കൊള്ളണമെന്നില്ല. സ്പെഷ്യൽ അറ്റൻഷനും കെയറും ഒക്കെ വേണ്ട, അല്ലെങ്കിൽ രണ്ടാമതൊരു എക്സ്പ്ലനേഷൻ ഒക്കെ വേണ്ട കുട്ടികളുണ്ടാവും. അപ്പൊ അവരൊക്കെ ആ രീതിയിൽ പരിഗണിക്കാം. വ്യൂസ് ലേണേഴ്സ് ആസ് ആക്റ്റീവ് ഏജൻസ്. അപ്പോൾ ടീച്ചർ സെന്റേർഡ് ലേണിംഗ് പോലെ ഒരു പാസീവ് അല്ല കുട്ടികൾ ഉണ്ടാവേണ്ടത്, ഇവിടെ ആക്റ്റീവ് ആണ്, ആക്റ്റീവ് റോളാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെന്റേർഡ് മെത്തേഡ്സ്. അപ്പൊ എന്തൊക്കെയാണ് ലേണർ സെന്റേർഡ് മെത്തേഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, കുട്ടികൾ ആക്റ്റീവ് റോൾ വഹിക്കും. രണ്ടാമത് നോൺ ട്രഡീഷണൽ മെത്തേഡ്സ് ആയിരിക്കും. കാലങ്ങളായിട്ട് നമ്മൾ അനുസരിച്ച് വന്ന പല കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവാം. പ്രോബ്ലം സോൾവ് ചെയ്തിട്ടും ആ കുട്ടികളെ കൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിച്ചിട്ടൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കൊടുക്കും, അതിന്റെ ആൻസർ കുട്ടികൾ എഴുതി വരും. അതല്ലാതെ ക്വസ്റ്റ്യൻ എന്താണ്, കുട്ടികളോട് തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് വരാൻ പറയാം. ഫോമിംഗ് ക്വസ്റ്റ്യൻസ്, ഡിബേറ്റ്സ്, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, ലേണർ സെന്റേർഡ് മെത്തേഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് നടക്കുക. ഇൻഡക്റ്റീവ് ലേണിംഗ് ആണ്. ഇൻഡക്റ്റീവ് ലേണിംഗ് എന്താണ്, കുട്ടികൾക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറയുക, എന്നിട്ട് ആ ജനറൽ കോൺസെപ്റ്റോ അല്ലെങ്കിൽ തിയറിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഇൻഡക്റ്റീവ് ലേണിംഗ്. ഓക്കെ, അപ്പൊ അസൈൻമെന്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ്, റോൾ പ്ലേ, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, ലേണർ സെന്റേർഡ് മെത്തേഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ മെയിൻ ടീച്ചിങ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്? പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡിസ്കവറി ബേസ്ഡ് ലേണിംഗ് ആസ് വെൽ ആസ് എക്സ്പീരിയൻസ് ബേസ്ഡ്. ഇങ്ങനെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവർക്ക് ആ കോൺസെപ്റ്റ് എന്താണ് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് ആണ് ഓഫ്ലൈൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും ഓൺലൈൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഓഫ്ലൈൻ മെത്തേഡിൽ ഒന്നാണ് ലെക്ചർ മെത്തേഡ്, നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ച ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ്. രണ്ടാമത് ടീം ടീച്ചിങ്. എന്താണ്, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ടീച്ചേഴ്സ് ഉണ്ടാവും പ്ലാനിങ്ങിനും എക്സിക്യൂട്ടീവിനും ഇവാലുവേഷനിനൊക്കെ വേണ്ടിയിട്ട്. മറ്റൊന്നാണ് ഫ്ലിപ്പ്ഡ് ക്ലാസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ടേം. എന്താണ് ഫ്ലിപ്പ്ഡ് ക്ലാസ്? ഫ്ലിപ്പ്ഡ് ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് ഇന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെഷൻ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് ഇന്നലെ അല്ലെങ്കിൽ മിന്നാന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അയച്ചുതരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിന്റെ ലിങ്ക്. ഞാൻ നിങ്ങളോട് പറയും എന്താണ്, നിങ്ങൾ ഈ ക്ലാസ് കണ്ടുവരിക. ഇതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഓഫ്ലൈൻ ആണെങ്കിൽ ഞാൻ തലേന്ന് തന്നെ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും, എന്നിട്ട് നിങ്ങൾ അത് പോയി പഠിക്കും. പിറ്റേ ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു പീരീഡിന്റെ ക്ലാസ് എന്തിനു വേണ്ടി ഉപയോഗിക്കും, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് കണ്ടുവരും, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, PYQs ഇങ്ങനെ സോൾവ് ചെയ്യും. അപ്പൊ അതെന്താണ്, ഫ്ലിപ്പ്ഡ് ക്ലാസ് ആണ്, നേരെ തിരിഞ്ഞു. അപ്പൊ ക്ലാസ്സിന് മുന്നേ എന്ത് ചെയ്യണം, എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കോണ്ടന്റ് കുട്ടികൾ കാണും. ക്ലാസ് റൂം ടൈം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ ഇപ്പം കുട്ടികളുടെയും ടീച്ചറുടെയും ലെവൽ ഏറെക്കുറെ സെയിം ആണ്. കുട്ടികൾക്കും എന്താണെന്ന് അറിയാം, എന്തൊക്കെയാണെന്ന് അറിയാം, ടീച്ചർക്കും എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പൊ ടീച്ചർ എന്തല്ല ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ അതോറിറ്റി എന്നല്ല, ടീച്ചർ ഒരു ഗൈഡാണ്. അവരെ സൈഡ് നിന്നിട്ട് അല്ലെങ്കിൽ അരികെ നിന്നിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ട ഒരു ഗൈഡാണ് ടീച്ചർ. ടീച്ചർ എന്തല്ല, സേജ് അല്ല, സേജ് ഓൺ ദ സ്റ്റേജ് ടു ഗൈഡ് ഓൺ ദ സൈഡ്. ഇതാണ് എന്ത് ഫ്ലിപ്പ്ഡ് ക്ലാസ് എന്നുള്ളത്. ഇനി എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ? ഡെമോക്രാറ്റിക് മെത്തേഡ്, കുട്ടികൾ അവരവരുടെ തോട്ട്സുകൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം. സെമിനാർ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് ആണ് ബ്രെയിൻ സ്റ്റോമിങ്. എന്താണ് ബ്രെയിൻ സ്റ്റോമിങ്? കുട്ടികൾ ഒരു 6-8 ആൾക്കാരുള്ള ഗ്രൂപ്പ് ആക്കി വെക്കും, എന്നിട്ട് ഓരോട് പറയും എന്താണ് പറയാ, ഗ്ലോബൽ വാർമിംഗ്,
ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ സ്പീഡിൽ ബ്രെയിനിലേക്ക് വരുന്ന സ്പോണ്ടേനിറ്റി ആണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഹോൾമാർക്ക്. ഏറ്റവും പെട്ടെന്ന് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് അതൊക്കെ ഇങ്ങനെ അവർ പറയും. ക്ലൂറോ ഫ്ലോറോ കാർബൺസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡയോക്സൈഡ് എമിഷൻസ്, ഫ്യൂവല്, ഫോസിൽ ഫ്യൂവൽ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, റെഫ്രിജറേറ്റർ. അപ്പൊ അതൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ ഈ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതാണ് എന്ത് ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ളത്. കുട്ടികളെ കുറച്ച് ഗ്രൂപ്പ്സായി തിരിച്ച് സ്പോണ്ടേനിറ്റി ആണ് ഹോൾമാർക്ക്. അപ്പൊ ഒരു ടോപ്പിക് കൊടുക്കുക, ആ ടോപ്പിക്കിൽ എന്തൊക്കെ ഐഡിയാസ് അവർ എക്സ്പോസ്റ്റ് ആകുന്ന വരെ അവരുടെ ബ്രെയിനിൽ നിന്ന് മാക്സിമം ഐഡിയാസ് വരുത്തിക്കുക. അതാണ് ബ്രെയിൻ സ്റ്റോം. നെക്സ്റ്റ് ആണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മീൻസ് ഒരു മൊഡ്യൂളിനെ ഘട്ടം ഘട്ടമായി തിരിച്ച് ഓരോ ഘട്ടത്തിന് ശേഷവും ഒരു എക്സാം അല്ലെങ്കിൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി എക്സാംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും, വൈവയോ എക്സാംസ് ഒക്കെ. അപ്പൊ ആ വൈവക്കോ എക്സാംസിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് അതിന്റെ ബാക്കി ആൾട്ടർനേറ്റീവ്സ്, ഇപ്പൊ നമ്മളൊരു എക്സാം എടുത്താണെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റോങ്ങും 3 റൈറ്റ് ഒക്കെ ഉണ്ട്, സോറി ഒരു റൈറ്റും 3 റോങ് ഒക്കെ ഉണ്ടാവും. ആ റൈറ്റിനെയും റോങ്ങിനൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. അതാണ് എന്ത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത് ഫീഡ്ബാക്ക് ഉണ്ടാവും ഓരോ സ്റ്റെപ്പിന് ശേഷം. കോഴ്സ് മെറ്റീരിയലിനെ മൊഡ്യൂൾസ് ആയി തിരിച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. നേരത്തെ പറഞ്ഞു, പ്രോബ്ലം സോൾവിങ്ങും ഡിസ്കവറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത് കുട്ടികളെ ഇൻഡിപെൻഡന്റ് ലേണേഴ്സ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ലേണിംഗിന്റെ ഒരു ഇവിടുന്ന് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് വഴി ലേണിംഗ് എന്താക്കണം, ലേണിംഗ് പ്രോസസ്സിനെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റണം. വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞാൽ പോരാ, അവര് കൂടി അതിന്റെ ഭാഗമാകുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുക. അതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഹെൻറി ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇനി എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ? നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഐഡി പഠിച്ചില്ലേ? കുട്ടികൾ 5 കാറ്റഗറി ആണെന്ന് പറഞ്ഞു. വുഡ് ആൻഡ് പവറിനനുസരിച്ച് MBTI ഇൻഡിക്കേറ്റർ വെച്ചിട്ട് കുട്ടികൾ 16 പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ഐഡിയനെ കൺസിഡർ ചെയ്യലാണ് DI. ഐഡിയെ കൺസിഡർ ചെയ്യലാണ് DI, വിച്ച് മീൻസ് എന്റെ മുന്നിലുള്ള 10 കുട്ടികള് 10 അല്ലെങ്കിൽ 10 യുണീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അവര് ഇന്ന കാര്യത്തിൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ആ ഡിഫറൻസസിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഈ 10 ആൾക്കാരുടെയും എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കലാണ് എന്ത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ DI. നിങ്ങളുടെ 10 ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ഞാൻ പരിഗണിക്കുന്നതാണ് DI. മനസ്സിലായോ? സോ പ്രോസസ് ഓഫ് ടൈലറിംഗ് ലെസൺസ് ടു മീറ്റ് ഈച്ച് സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്സ്, നീഡ്സ് ആൻഡ് സ്ട്രെങ്ത്സ്. അപ്പൊ ഈ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അഡ്രസ് ചെയ്യാം. വളരെ കടുകട്ടി നോട്ടൊക്കെ കൊടുത്ത് അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴൊക്കെ ലൈക്ക് റീസെന്റ് ആയിട്ടുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി കോച്ചിങ് പ്ലാറ്റ്ഫോമുകളിൽ, നീറ്റിനും JEE ഒക്കെ പോലെയുള്ള എക്സാമുകൾക്ക് നടക്കുന്ന കോച്ചിങ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ടുള്ള സക്സസ്ഫുൾ സ്റ്റുഡൻസ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുത്തിയ കുട്ടികൾ ഒരു 50 കുട്ടികളുണ്ടാവും ഒരു 20,000 കുട്ടികൾക്കിടയിൽ. 50 കുട്ടികൾ മാത്രം എന്ത് ചെയ്യാം, പരിഗണിച്ച് ക്ലാസ് എടുത്ത് റിസൾട്ട് ഉണ്ടാക്കാം. അപ്പൊ എഡ്യൂക്കേഷൻ എന്നത് ഹൈലി എന്ത് ചെയ്തിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു. അപ്പൊ ഈ കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമാണ് എന്ത്, നമ്മൾ കുട്ടികളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ അപ്രോച്ചസ് നമ്മൾ നടത്തേണ്ടി വരും. കാരണം എന്താണ്, കുട്ടികൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള കുട്ടികളാണ്. ഒരു കുട്ടിക്ക് എന്താണ് സയൻസ് ആയിരിക്കും പെട്ടെന്ന് തലയിൽ കയറുക. അപ്പൊ സയൻസ് തലയിൽ കയറുക അതേ സ്പീഡിൽ കുട്ടിക്ക് വേറൊരു സബ്ജക്ട് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, അഡ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓൺലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്സ്. അതിൽ ഒന്നാമതാണ് മൂക്സ്. എന്താണ് മൂക്സ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതാണ് മൂക്സിന്റെ ഫുൾ ഫോം. ഇപ്പൊ 2008 ഡേവ് കോർണർ ഈ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നിട്ട് ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഡിവേഴ്സ് ലേണേഴ്സിനെ അഡ്രസ് ചെയ്യുന്ന ഏത് വിഷയവും പഠിക്കാവുന്ന സാധനമാണ് മൂക്സ് എന്നുള്ളത്. അപ്പൊ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2012 മുതലാണ് ഇത് പ്രോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് മൂക്സിലുള്ളത്? മൂക്സിൽ 4 ക്വാഡ്രന്റ് ഉണ്ട്. മൂക്സിന് 4 ക്വാഡ്രന്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ ഈ ട്യൂട്ടോറിയൽ, ഇപ്പൊ നമ്മളെടുത്ത കോഴ്സിന്റെ വീഡിയോ ക്ലാസ് ആയിരിക്കും ഈ ട്യൂട്ടോറിയൽ ആയിരിക്കും ഉണ്ടാവുക. ക്വാഡ്രന്റ് സെക്കൻഡിൽ ഉണ്ടാവുക ഈ കോണ്ടന്റ് ആണ്, അതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ. ക്വാഡ്രന്റ് തേർഡിൽ ഉണ്ടാവുക വെബ് റിസോഴ്സസ്. ക്വാഡ്രന്റ് 4 നമുക്ക് സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്സാംസും കാര്യങ്ങളും. അപ്പം 4 ക്വാഡ്രന്റ് ആണുള്ളത്. ക്വാഡ്രന്റ് 1 ഈ ട്യൂട്ടോറിയൽ, ക്വാഡ്രന്റ് 2 ഈ കോണ്ടന്റ്, 3 വെബ് റിസോഴ്സ്, 4 സെൽഫ് അസസ്മെന്റ്. ഓക്കെ, മൂക്സിലെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസീസ് കോഴ്സെറ, യുഡാസിറ്റി, എഡെക്സ്, നോവേഡ്, ഓപ്പൺ ടു സ്റ്റഡി,
ക്യാൻവസ്. നെക്സ്റ്റ് ആണ് സ്വയം. സ്വയമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എന്താണ് സ്വയത്തിന്റെ ഫുൾ ഫോം? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഓഫ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. അതാണ് സ്വയത്തിന്റെ ഫുൾ ഫോം. ഇത് നമ്മൾ മൂക്സ് ഒരു വേൾഡ് വൈഡ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അതിന്റെ ഇന്ത്യൻ വേർഷൻ ആണ് എന്ത്? സ്വയം എന്നുള്ളത്. ഇൻഡിജിനസ് മൂക്സ് പ്ലാറ്റ്ഫോം ആണ് സ്വയം. ആരാണ് സ്വയം ഉണ്ടാക്കിയിട്ടുള്ളത്? ദ പ്ലാറ്റ്ഫോം ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ മിനിസ്റ്റർ ഓഫ് HRD, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് HRD ആണ്. IIT മദ്രാസിന്റെയും NPTELന്റെയും ഗൂഗിൾ ഇങ്ക് പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ്, ഇവരുടെ 4 പേരുടെ സഹായത്തോടെ അല്ലെങ്കിൽ കൊളാബറേഷനോട് കൂടി മിനിസ്റ്റർ ഓഫ് HRD ആണ് 2017 സ്വയം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ലോഞ്ച് ഓൺ 9th July 2017, പ്രസിഡന്റ് പ്രണബ് മുഖർജി. അപ്പൊ ഇതെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ബ്രിഡ്ജ് ഡിജിറ്റൽ ഡിവൈഡ് ഫോർ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് സ്റ്റുഡൻസ് അറ്റ് ഓൾ ലെവൽസ്. ഇങ്ങനെ വലിയൊരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഒന്നുകൂടി ഈ ടേംസ് ഒക്കെ നമുക്ക് സുപരിചിതമായിരിക്കും. എല്ലാവർക്കും എല്ലാം ആക്സസിബിൾ ആവുന്നുണ്ടോ? ആണുണ്ടോ? നമുക്ക് കിട്ടുന്ന എല്ലാ എക്കണോമിക് ബെനിഫിറ്റ്സുകളും മെറ്റീരിയലിസ്റ്റിക് ബെനിഫിറ്റ്സുകളും പ്രിവിലേജുകളും ആക്സസിബിലിറ്റികളും ഒക്കെ ഇന്ത്യയിൽ എല്ലാ കോണിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടോ എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോ? ഇല്ല. അതൊക്കെ എന്തുണ്ട്? പല കാര്യത്തിലും ഒരു ഇന്നീക്വാലിറ്റി ഉണ്ട്. ആ ഒരു ഇന്നീക്വാലിറ്റി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് സ്വയം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സ്വയം കോഴ്സസ് ഗ്യാൻ ദർശൻ അല്ലെങ്കിൽ ഗ്യാൻ വാണിയിലാണ് ടെലികാസ്റ്റ് ചെയ്യുക. ദൂരദർശൻ ചാനൽസ് ആണ്, അപ്പൊ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്വാഡ്രൻസ്, 4 ക്വാഡ്രൻസ് ആണ് സ്വയത്തിനുള്ളത്. ഒന്ന്, വീഡിയോ ക്ലാസ് ഉണ്ടാവും. ക്വാഡ്രന്റ് 1 വീഡിയോ ലെക്ചർ. ക്വാഡ്രന്റ് 2 ഈ കോണ്ടന്റ് റീഡിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. ക്വാഡ്രന്റ് 3 സെൽഫ് അസസ്മെന്റിലുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. ക്വാഡ്രന്റ് 4 ഒരു ഓൺലൈൻ ഡിസ്കഷൻ ഫോറം ആയിരിക്കും, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സ്വയത്തിന്റെ 4 ക്വാഡ്രൻസ്. ഇനി എന്താണ് സ്വയം നോക്കാം. സ്വയം ഈസ് എ പ്രോഗ്രാം ഇനീഷ്യേറ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഡിസൈഡ് ടു അച്ചീവ് 3 കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ. ഏതാണ് ഈ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ്? 1 ആക്സസ്, 2 ഇക്വിറ്റി, 3 ക്വാളിറ്റി. ഇവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. എന്താണ് സ്വയം എന്നുള്ളത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട 3 മെയിൻ പ്രിൻസിപ്പിൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണ്. ഏതൊക്കെയാണത്? 1 ആക്സസ്, മറ്റൊന്ന് ഇക്വിറ്റി, 3 ക്വാളിറ്റി. So the objective of this effort is to take best teaching learning resource to all. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കാം, including the most disadvantaged. So Swayam seeks to bridge the digital divide for students who are either to remained untouched by the digital revolution and have not been able to join the mainstream of the knowledge economy. സ്വയത്തിന് 9 നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. സ്വയത്തിന് 9 നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. ആരൊക്കെയാണ്? ഒന്ന് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇവർ ഏതിലൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ കോഴ്സും സെൽഫ് ബേസ്ഡ് ലേണിംഗും ആണ് AICTE നോക്കുന്നത്. നെക്സ്റ്റ് NPTEL, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നോക്കുന്നത് NPTEL ആണ്. UGC എന്താണ് നോക്കുന്നത്? നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, PG എഡ്യൂക്കേഷൻ. CEC അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. NCERT എന്താണ് നോക്കുന്നത്? സ്കൂൾ എഡ്യൂക്കേഷൻ. NIOS അല്ലെങ്കിൽ NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ. അങ്ങനെ കുറെ കുട്ടികളുണ്ട് ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ട് ഈ ഒരു NIOS വഴി പഠിക്കുന്ന ആൾക്കാർ. IGNOU, ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ്. IIMB, അവരാണ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഫോക്കസ് ചെയ്തത്. IIMB ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ബാംഗ്ലൂർ. NITTTR എന്താണത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ്. അപ്പൊ അവരെന്തായിരിക്കും നോക്കുക? ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം. സ്വയം വഴി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് NITTTR. ഇത്രയും 9 നാഷണൽ. അപ്പം നമ്മൾ പഠിച്ചു സ്വയത്തിന് 4 ക്വാഡ്രൻസ് ഉണ്ട്, 3 കാർഡിനൽ എഡ്യൂക്കേഷൻ പോളിസീസ് ആണ് അവർ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. 9 നാഷണൽ കോർഡിനേറ്റേഴ്സ് സ്വയത്തിനുണ്ട്. സെറ്റല്ലേ? നെക്സ്റ്റ് ആണ് സ്വയംപ്രഭ. സ്വയംപ്രഭ എന്നുള്ളത് 1 among 3 ആണ്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഉണ്ടാക്കിയ കോഴ്സ് സ്വയംപ്രഭ. സ്കൂൾ എഡ്യൂക്കേഷൻ അതിന്റെ തന്നെ പേര് നീവിദ്യ. കോമ്പറ്റേറ്റീവ് എക്സാമിന് സാധി. സ്വയംപ്രഭയില് എന്താണ്? ഫ്രീ DTH ചാനൽസ് ആണ്, ഡയറക്ട് ടു ഹോം ചാനൽസ് എഡ്യൂക്കേഷൻ. ഇവിടെ 24/7 എന്ത് ചെയ്യും? ഈ ചാനലുകൾ വഴി എഡ്യൂക്കേഷണൽ വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്ലോഡ് അല്ല,
24/7 നമുക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാം? എല്ലാ ദിവസത്തെയും ആദ്യത്തെ 4 മണിക്കൂർ ഫ്രഷ് കണ്ടന്റ് ആയിരിക്കും വരും. ഇപ്പൊ 10 മണിക്ക് തുടങ്ങിയാല് 11, 12, 2 മണി വരെ എന്ത് ചെയ്യും, ഒരു പുതിയ ടോപ്പിക് പഠിപ്പിക്കും. അപ്പൊ ഈ 2 മണി കഴിഞ്ഞാൽ പിന്നെ 2 to 6, നെക്സ്റ്റ് 6 to 10, അങ്ങനെ എന്ത് ചെയ്യും, ഓരോ 4 മണിക്കൂറും ഇതേ സാധനം ഇങ്ങനെ റിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും, വീണ്ടും റീകാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് വീണ്ടും 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 അല്ലെങ്കിൽ കാണും, അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാണാം. 24/7 എന്ത് ചെയ്യും, ഓരോ ദിവസവും എഡ്യൂക്കേഷണൽ വീഡിയോ വരും. Every day, new content is telecast for 4 hours. The same is then repeated for 5 more times. ഇത് എവിടുന്നാണ് അപ്ലിങ്ക് ചെയ്തിട്ടുള്ളത്? വിസാഖ്, ഗാന്ധിനഗർ, ഭാസ്കരാചാര്യ നാഷണൽ സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്. ഇതിന്റെ വെബ് പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്തത് ഇൻഫ്ലിപ്നെറ്റ് ആണ്. ഇതാണ് സ്വയം പ്രഭയുടെ പാർട്ട്നേഴ്സും കോൺട്രിബ്യൂട്ടേഴ്സും. ആരൊക്കെ ഉണ്ട്? നമ്മൾ പറഞ്ഞ പോലെ പിസാജുണ്ട്, കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷൻ CEC ഉണ്ട്, ഇഗ്നോ ഉണ്ട്, IIT ബോംബെ, IIT ഡൽഹി, IIT കാൺപൂർ, IIT ഖരഗ്പൂർ, IIT മദ്രാസ്, ഇൻഫ്ലിപ്നെറ്റ്, NCERT, നിയോസ്, NPTEL, UGC. ഇത്രയും പാർട്ട്നേഴ്സും കോൺട്രിബ്യൂട്ടേഴ്സും എവിടെയുണ്ട്? സ്വയം പ്രഭയിലുണ്ട്. ഇനി മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് ഈ സ്വയം പ്രഭയിലെ ചാനലുകളും ചാനൽ നെയിമും ചാനൽ കണ്ടന്റും മാച്ച് ചെയ്യുക എന്നുള്ളത്. ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഒന്നാമത്തെ ചാനൽ വഗീഷ്, എന്താണ് പഠിപ്പിക്കുന്നത്? ലാംഗ്വേജും ലിറ്ററേച്ചറും. ചാനൽ 2 സംസ്കൃതി, എന്താണ് പഠിപ്പിക്കുന്നത്? ആർട്സ്, ഹിസ്റ്ററി, കൾച്ചർ, ഫിലോസഫി. ഇത് രണ്ടും ഹ്യൂമാനിറ്റീസ്. മൂന്നാമത്തെ ചാനൽ പ്രബോധ്, എന്താണ് പഠിപ്പിക്കുന്നത്? സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ആയിരിക്കും എവിടെ വരിക? പ്രബോധിൽ വരും. അപ്പൊ ആദ്യത്തെ 4 മണിക്കൂർ ഫ്രഷ് വീഡിയോ വരും, പിന്നീട് അതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും, പിറ്റേ ദിവസം വീണ്ടും പുതിയൊരു ചാപ്റ്റർ വരും, ആ രീതിയിൽ. നാലാമത്തെ ചാനൽ സരസ്വതി, എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹോം സയൻസ്. സരസ്വതി ദേവിയാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ദേവി എന്നുള്ളത് ഓർക്കാം. പ്രബോധനം, ബിഹേവിയറൽ സയൻസും സോഷ്യോളജി ഒക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്യണം. 5 പ്രബന്ധൻ. പ്രബന്ധൻ എന്താണ്? മാനേജ്മെന്റ്, ലൈബ്രറി, ഇൻഫർമേഷൻ സയൻസ്. ചാനൽ 6 വിധിക്ക്, അതിൽ വിധി, ലോയർ, ലീഗൽ സ്റ്റഡീസ്, ഹ്യൂമൻ റൈറ്റ്സ്. ചാനൽ 7 കൗടില്യം. കൗടില്യം കേൾക്കുമ്പോൾ മനസ്സിലാണ് എന്താണ്, അവിടെ എക്കണോമിക്സ് ആയിരിക്കും പഠിപ്പിക്കാം. ഓക്കെ, എക്കണോമിക്സ്, കൊമേഴ്സ്, ഫിനാൻസ്. ചാനൽ 8 ആര്യഭട്ടം, എന്താണ് പഠിപ്പിക്കുന്നത്? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ചാനൽ 9 സ്പന്ദൻ, ബോട്ടണി, സുവോളജി, ബയോസയൻസ്. ചാനൽ 10 ദക്ഷിൺ, അപ്ലൈഡ് സയൻസസ്, അലൈഡ് ഫിസിക്കൽ ഓർ കെമിക്കൽ സയൻസസ്. ഇത്രയും ചാനലുകളും ചാനലുകളുടെ പേരും ഈ ചാനലുകളുമായി പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കുക. നെക്സ്റ്റ് ആണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. എന്താണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം? കുട്ടികളെ ഇൻഫർമേഷൻ ഒന്നും കൂടിയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ലേണിങ്ങിനെ ഒന്നും കൂടി ഫണ്ണാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതാണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രഡീഷണലി ചോക്കും ഡസ്റ്ററും ബ്ലാക്ക് ബോർഡും വൈറ്റ് ബോർഡൊക്കെ ആണ്. ICT ബേസിൽ പ്രൊജക്ടർ, സ്മാർട്ട് ബോർഡ് ഉണ്ട്. പ്രൊജക്റ്റഡ് ആയിട്ടിൽ പ്രൊജക്ടേഴ്സ്, ഏരിയ സ്കോപ്പ്. 3D ഐറ്റ്സിൽ ഡെറോമ, റിയൽ ഒബ്ജക്റ്റ്, മോഡൽ, സ്പെസിമെന്റ്സ് ഒക്കെ ഉണ്ട്. വായിച്ചു നോക്കട്ടോ, സ്പീഡിപ്പം. അതിനെ കുറച്ച് ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പോൾ ഓരോ ലേണിംഗ് പ്ലാറ്റ്ഫോമും ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം വഴി എന്തൊക്കെ പോസിബിൾ ആണ് എന്നുള്ളത് നോക്കാം. പാഡ്ലെറ്റ് അതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ്, ഇമേജസ്, ലിങ്ക് ഒക്കെ അപ്ലോഡ് ചെയ്ത് കുട്ടികൾക്ക് അത് കൊടുത്ത് പഠിപ്പിക്കാം. നെക്സ്റ്റ് ആണ് സീസോ. സീസോയിൽ നമുക്ക് ഓഡിയോ അയക്കാം, വീഡിയോ അയക്കാം, സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ പോസിബിൾ ആണ്. ഫയലുകളും PDFs ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. കഹൂത്ത് എന്താണ്? ഒരു ഗെയിം ബേസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് കഹൂത്ത്. അപ്പൊ കുട്ടികളെ ഒന്നും കൂടി ഫണ്ണാക്കി പഠിപ്പിക്കണമെങ്കിൽ കഹൂത്ത് എന്ന പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിക്കാം. നെക്സ്റ്റ് ആണ് എഡ്ജ് പസിൽ. എന്ത് ചെയ്യാം, എഡ്ജ് പസിൽ ഉപയോഗിച്ച് നമുക്ക് ഇന്ററാക്റ്റീവ് ലെസൺസ് ഉണ്ടാക്കാം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ക്വിസസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ക്വില്ല്. ക്വില്ല് എന്തിനാണ്? കുട്ടികളുടെ ഗ്രാമർ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആണ് ക്വില്ല്. അപ്പൊ ക്വില്ലിൽ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഒരു പാരഗ്രാഫ് ഒക്കെ കൊടുത്ത് കുട്ടികളത് റീകൺസ്ട്രക്ട് ചെയ്യാൻ, പിന്നെ അതിന്റെ എറേഴ്സ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വില്ലിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് മൈൻഡ് മാപ്പിംഗ്. എന്താണ് മൈൻഡ് മാപ്പിംഗ്? നമ്മൾ പഠിച്ച ഇൻഫർമേഷനെ നമ്മൾ വിഷ്വലി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു സെൻട്രൽ ടോപ്പിക്. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അപ്പോൾ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് പഠിച്ചു. ബേസിക് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പഠിച്ചു. ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ തന്നെ സ്റ്റുഡൻസ് 5 ടൈപ്സ് ഉണ്ട് പഠിച്ചു. അത് അർത്ഥങ്ങളും 3 ലെവൽസിൽ മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ പഠിച്ചു.
അപ്പൊ 5 ടൈപ്സ് ഉണ്ട്: സക്സസ്ഫുൾ സ്റ്റുഡൻസ്, സോഷ്യൽ സ്റ്റുഡൻസ്, ഫാൻഡം സ്റ്റുഡൻസ്, ഏലിയനേറ്റഡ് സ്റ്റുഡൻസ്, ഡിപ്പെൻഡന്റ് ലേണേഴ്സ്. ഇവിടെ അവരുടെ ഫ്യൂച്ചർ ഇങ്ങനെ 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 ഉണ്ടാക്കി ഒരു സെൻട്രൽ ടോപ്പിക്കിന് ചുറ്റും മാക്സിമം ഇൻഫർമേഷൻ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? ഇതൊക്കെ അതിന്റെ അകത്തുള്ളതാണെന്ന് മനസ്സിലാവണം. വിച്ച് മീൻസ് ഓരോന്നിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാം. മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം, പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? കോഗിൾ, മൈൻഡ് മീസ്റ്റർ, അയോവ, മൈൻഡോമോ, ഇഡ്രോ മൈൻഡ്, മീറോ, ലൂസിഡ് ചാർട്ട്, മൈൻഡ് മാപ്പ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മൈൻഡ് മാപ്പിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനിയാണ് പ്രസി എന്തിനാണ്? എ പ്രസന്റേഷൻ ടൂൾ ദാറ്റ് അലോസ് ഫോർ ഇന്ററാക്റ്റീവ് ഓർ നോൺ ലീനിയർ പ്രസന്റേഷൻസ്. ഇപ്പൊ കൂടുതലും ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രോണോളജി ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രസി. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഉണ്ട്, ഫോർമാറ്റീവ് ഉണ്ട്, ക്രൈറ്റീരിയൻ റെഫറൻസ് ഉണ്ട്, നോം റെഫറൻസ് ഉണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്. ഓരോന്നും എന്താന്ന് പറയുന്നത്. എന്താണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ? ഇത് ആ ലേണിംഗ് പ്രോസസ് തുടങ്ങുന്നതിന് മുന്നേ, ഇപ്പം എക്കോണമിയിൽ ഒരു പേപ്പർ 1 കോഴ്സ് ലോഞ്ച് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളെ കയ്യിൽ മെമ്പർഷിപ്പ് എടുത്തു, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതിൽ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പേപ്പർ 1 ഒരു 50 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എന്ത് മനസ്സിലാവും? ഇവിടെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഇത്ര കാര്യങ്ങളൊക്കെ, ഇതാണ് അവരുടെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ലെവൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലായതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കോഴ്സ് ഡിസൈൻ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടപ്പിലാക്കുന്നത്. ഓക്കെ, സോ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എപ്പോഴും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ തുടക്കത്തിലാണ് ഉണ്ടാവുക. ഇതെന്തിനാണ്? കുട്ടികളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കാനാണ്. ക്ലാസ് ലെവൽ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? കോഴ്സും കരിക്കുലം ഡിസൈൻ ചെയ്യാം, റെമഡിയൽ മെത്തേഡ് അതിന് ആവശ്യമുള്ള രീതിയിൽ കൊണ്ടുവരാം. അതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഇനിയാണ് ഫോർമാറ്റീവ്, ഡ്യൂറിങ് ദ കോഴ്സ്. ഇതാണ് നോക്കണ്ട കേട്ടോ. ഇത് ബിഗിനിങ്ങിലാണ്, ഇത് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ നടക്കുന്ന ഇവാലുവേഷൻ. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സെം എക്സാമിന് മുന്നേ 2 or 3 കാറ്റ് എക്സാം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉണ്ടാവും. കാറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റുകൾ. അതാണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളത്. ഓക്കെ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ടെസ്റ്റുകൾ ഉണ്ടാവും, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും, വൈവ ഉണ്ടാവും, അസൈൻമെന്റ് ഒക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ സി മാർക്ക് ഒക്കെ ഇടും. നെക്സ്റ്റ് ആണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ. ഇതെന്താണ്? ഒരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ അനുസരിച്ച് കമ്പയർ ചെയ്യണത്. ഓക്കെ, മെഷർ ചെയ്യണത്. അപ്പൊ ആ കുട്ടിയുടെ ക്ലാസ് റൂം ബിഹേവിയർ എങ്ങനെ ഉണ്ടായിരുന്നു, കുട്ടികളുടെ സോഷ്യൽ ആക്ടിവിറ്റീസ്, എന്തൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കാളിയായിട്ടുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേറ്റിംഗ്. ഇനി എന്താണ് നോം റെഫറൻസ് ഇവാലുവേഷൻ? നോം റെഫറൻസ് ഇവാലുവേഷൻ ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആ കുട്ടിയുടെ ബാക്കി ക്ലാസ് റൂമിലെ അല്ലെങ്കിൽ ഇൻ റിലേഷൻ ടു ഹിസ് ഓർ ഹെർ പിയേഴ്സ്, അത് നോം റെഫറൻസ് ഇവാലുവേഷൻ ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പേഴ്സൻറ്റേജിൽ റിസൾട്ട് വരാറില്ലേ ചില ടേംസിൽ? പെർസെൻറ്റേജ് അല്ലാതെ പേഴ്സൻറ്റേജിൽ നെറ്റ് എക്സാമിന്റെ കുറച്ച് റിസൾട്ടുകളൊക്കെ അങ്ങനെ വരാറുണ്ട്. അതൊക്കെ ഒരു നോം റെഫറൻസ് വാല്യുവേഷൻ ആണ്. ഇവിടെ എക്സാം എഴുതിയ കുട്ടികൾക്കിടയിലാണെന്നുള്ളത് ആ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഇവാലുവേഷൻ പ്രോസസ് നടക്കുന്നത്. ഓക്കെ, അതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇത് എൻഡ് കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന സെം എക്സാം ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇനി ഇവിടെ ഫീഡ്ബാക്കിനൊന്നും വലിയ റോളില്ല. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾക്ക് അത് വെച്ചിട്ട് നമ്മൾ പാസ്സായോ ഇല്ലയോ എന്നൊക്കെ അറിയാനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇവിടെ എന്തില്ല? ഫീഡ്ബാക്ക് ഇല്ല. ബട്ട് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്തുണ്ട്? ഫീഡ്ബാക്ക് തരാം. ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് എക്സാം ആകുമ്പോഴത്തേനെ ഇംപ്രൂവ് ചെയ്യാം. ആ സ്കോപ്പ് എവിടെ ഇല്ല? സമ്മേറ്റീവ് ഇവാലുവേഷൻ. നെക്സ്റ്റ് ആണ് ഇബ്സ്റ്റാറ്റീവ് ഇവാലുവേഷൻ. എന്താണ് ഇബ്സ്റ്റാറ്റീവ് ഇവാലുവേഷൻ? ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ പ്രോഗ്രസ് അതേ കുട്ടിയുടെ ലൈക്ക് അയാളുടെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഇബ്സ്റ്റാറ്റീവ് ഇവാലുവേഷൻ. ഇപ്പൊ നിങ്ങൾ ഈ വർഷം നെറ്റ് ആയിരുന്നു, ജൂൺ 2026 നെറ്റ് എക്സാം ആയിരുന്നു. ഓക്കെ, ഈ ജൂൺ 2026 റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിനെ നിങ്ങൾ ഇതിന് മുന്നത്തെ റിസൾട്ട് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യണം. 2025 ഡിസംബർ ജൂൺ 2025. അതാണ് എന്ത്? ഇബ്സ്റ്റാറ്റീവ് ഇവാലുവേഷൻ. ഒരാളുടെ കറന്റ് പെർഫോമൻസിന് അയാളുടെ തന്നെ പാസ്റ്റ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഇബ്സ്റ്റാറ്റീവ് ഇവാലുവേഷൻ. ഇതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കാലക്രമേണ നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഏറ്റവും ഷോർട്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയെന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നേ പറയുള്ളൂ. കാരണം
ഒരു ക്ലാസ് കൊണ്ട് ചേർക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ടീച്ചിങ് തിയറീസ് ഒക്കെ ഒരു ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നാലും ഹോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് PYQs പെട്ടെന്ന് നോക്കാം. നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്. മാച്ച് ചെയ്തോളൂ. എന്താണ് ലെക്ചറിങ്, എന്താണ് ഡിസ്കഷൻ, എന്താണ് ബ്രെയിൻ സ്റ്റോമിങ്, എന്താണ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ, ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെക്ചറിങ് എന്താണ്? ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ആൻസർ പറയാം കേട്ടോ. ഒരു സമാധാനത്തിന് ബി. ലെക്ചറിങ് ഇതല്ലേ, കണ്ടന്റ് ഡെലിവറി ഇൻ എ ലൂസിഡ് ലാംഗ്വേജ്. ഡിസ്കഷൻ തീം ബേസ്ഡ് ഇന്ററാക്ഷൻ, ഒരു തീം ഉണ്ടാവും, അതനുസരിച്ച് പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. ബ്രെയിൻ സ്റ്റോമിങ് മാക്സിമം ഐഡിയ ഉണ്ടാക്കുക, പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സ്മോൾ സ്റ്റെപ്പ് പ്രസന്റേഷൻ വിത്ത് ഫീഡ്ബാക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ് വരുന്നത്. A3 B5. ഓപ്ഷൻ സി ആണ് വരുന്നത്. A3 B5 C2 D1. Next, students watch and listen to the videos of a lecture before coming to the class is an example of lecture method, flipped classroom, programmed learning, project method. Yeah, flipped classroom ആണ് answer. Next time, സ്വയം കോഴ്സ് അസേഷൻ റീസൺ ആണ്. സ്വയം കോഴ്സസ് ആർ അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ് ടു എനി ലേണർ. സ്വയം കോഴ്സ് ആർ ടെലികാസ്റ്റ് ഓൺ ഗ്യാൻവാണി, ദ ഫ്രീ DD ചാനൽ. ഓപ്ഷൻ എയിലെ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ട് എന്തിനാ? സ്വയം കോഴ്സസ് ഓപ്പൺ ടു ഓൾ ആണ്, ഫ്രീ ആണ്. അത് എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ടുള്ളത്? അത് കൊടുക്കുന്നത് ദൂരദർശന്റെ ഫ്രീ ചാനൽ വഴിയാണ്. ഓക്കെ, അസേഷൻ റീസണും കറക്റ്റ് ആണ്. അസേഷൻ സപ്പോർട്ട്സ് റീസണിങ്. നെക്സ്റ്റ്, individual differences is a natural phenomenon. Individual differences can be negated with education. ഒന്നാണോ? നമ്മളൊരു 1ാം ക്ലാസ് മുതൽ ഡിഗ്രി PG വരെ പഠിച്ചു. നിങ്ങൾ തമ്മിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇല്ലാതായിട്ടുണ്ടോ? ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ 1ാം ക്ലാസ് മുതൽ PG വരെയൊക്കെ പഠിച്ചു. ഇപ്പോൾ 1ാം ക്ലാസ്സിലുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ ഇപ്പൊ എല്ലാ തരത്തിലും ഒന്നായോ? നിങ്ങളുടെ ബിഹേവിയറും ഫീലിങ്ങും തിങ്കിങ്ങും പഠിക്കാനുള്ള കപ്പാസിറ്റിയും ലെവലും ഒക്കെ ഒരേപോലെ ആയോ? എഡ്യൂക്കേഷൻ വഴി ശരിയാവണമെങ്കിൽ അത് എഡ്യൂക്കേഷൻ വഴി ശരിയാവണ്ടേ? ഇത് അസേഷൻ കറക്റ്റ് ആണ്, അത് നാച്ചുറൽ ഫിനോമിനാണ്. എഡ്യൂക്കേഷന്റെ വഴി നിങ്ങൾക്കിടയിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ എല്ലാവരെയും മറ്റേ കളർ അടിച്ച കോയിനെ പോലെ ഒരുപോലെ ആക്കലല്ല എഡ്യൂക്കേഷന്റെ പണി. എഡ്യൂക്കേഷന്റെ പണി എന്നുള്ളത് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് മേഖലയിൽ എക്സലന്റ് ആണോ ആ മേഖലയിലേക്ക് നിങ്ങൾ എത്തിക്കലാണ്. അപ്പൊ ഒരിക്കലും എന്ത് പറ്റില്ല? എഡ്യൂക്കേഷൻ വഴി ഇൻഡിവിജ്വൽ, വെരി ഗുഡ്, എഡ്യൂക്കേഷൻ വഴി എന്ത് പറ്റില്ല? ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോ A കറക്റ്റ് ആണ്, 6 നോട്ട് കറക്റ്റ് ആണ്, 3 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എഡ്യൂക്കേഷൻ വഴി അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ആദ്യമേ അതിങ്ങനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ എല്ലാവർക്കും ഒരുപോലെ പഠിപ്പിച്ചാൽ മതി, എല്ലാവരും ഒരേ സ്ട്രീമിൽ കൊണ്ടു ചേർത്താൽ മതി. പറ്റില്ല കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നാച്ചുറൽ ഫിനോമിനൻ ആണ്, പക്ഷെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ എഡ്യൂക്കേഷൻ വഴി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഓക്കെ, എന്താണ് സപ്പോർട്ട് സിസ്റ്റം, എന്താണ് സിൻഡെക്സ്, എന്താണ് ഫോക്കസ്, എന്താണ് സോഷ്യൽ സിസ്റ്റം?
ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൽ ഏതാണ് ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഒബ്ജക്റ്റീവ് ആണ് എപ്പോഴും ഫോക്കസ് അല്ലേ? ടു ഡെവലപ്പ് മെന്റൽ ആസ്പെക്ട്സ് ഓഫ് ട്രെയിനിങ്. അപ്പൊ അതാണ് ഫോക്കസ് ആവുക. A3 ആയിട്ട് മാച്ച് ആവും അല്ലെ? ഇനി എന്താണ് സിൻഡെക്സ്? സിൻഡെക്സ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസ് ആണ്. ഇൻട്രൊഡക്ഷൻ, പ്രിപ്പറേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ഇനി എന്താണ് സോഷ്യൽ സിസ്റ്റം? നമ്മൾ പഠിച്ചത് എന്താണ് കുട്ടികളുടെ റോൾ അല്ലെങ്കിൽ എന്താണ് ടീച്ചറുടെ റോൾ? അപ്പൊ ടീച്ചറാണ് ആക്റ്റീവ് അല്ലെങ്കിൽ ഡോമിനന്റ്. സപ്പോർട്ടിംഗ് സിസ്റ്റം എന്തായിട്ട് വരും? ക്രാമിംഗ് എബിലിറ്റി ആയിട്ട് വരും. അപ്പൊ കറക്റ്റ് ആൻസർ എന്ത് വരും? A3. A3. B ഏതുകൊണ്ട് മാച്ച് ആയത്? B2, C4, D1. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. To appear in the next exam, one must have 55% marks in the subject at post graduation level. This is ഇതെന്താണ്? നോം റെഫറൻസ് ഇവാലുവേഷൻ ആണോ, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ ആണോ, ക്രൈറ്റീരിയൻ ആണോ, ഫോർമാറ്റീവ് ആണോ? അതൊരു ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ ആണ്. നെക്സ്റ്റ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഇസ് കണ്ടക്ടഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഐഡന്റിഫൈ. നമ്മൾ പറഞ്ഞല്ലോ കോഴ്സിന്റെ ബിഗിനിങ്ങിലാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ലേണിംഗ് ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്യും. സ്വയം. Consider the following statement regarding Swayam. The platform has been developed by Ministry of Skill Development in collaboration with IIT Bombay, NCERT, Googling and Persistent System. There are 6 quadrants of Swayam. Swayam is aiming to achieve 3 cardinal principles of education: affordability, equity, quality. ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? പെട്ടെന്ന് പറയാം. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? Swayam has been developed by Ministry of HRD, not Skill Development. Ministry of HRD, IIT Madras. തെറ്റ്. There are 4 quadrants, not 6. തെറ്റ്. Swayam is aiming to achieve 3 cardinal principle of education. Affordability ആണോ? മക്കൾ ഇത് ഓൾറെഡി ഫ്രീ കോഴ്സ് അല്ലേ? ഇനി ഇതിപ്പോ അഫോർഡബിൾ ആക്കണോ? ആക്സസ് ആണ്. ആക്സസ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളതാണ്. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. അപ്പൊ 3 എന്താണ്? 3 സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ നൺ ഓഫ് ദ അബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് കാർഡ് ചെന്ന് എന്ത് ചെയ്യരുത്? ആൻസർ എഴുതരുത്. വായിച്ചു നോക്കണം. അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബി ആണ് റോങ് ആണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അത്രയും പറഞ്ഞിട്ടുണ്ട്. 4 ക്വാഡ്രൻസ് ആണ് സ്വയത്തിനുള്ളത്. 9 കോർഡിനേറ്റേഴ്സ് ആണ് ഉള്ളത്. 3 കാർഡിനൽ പ്രിൻസിപ്പിൾ ആണ്: ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. ക്വാഡ്രന്റ് ഏതൊക്കെയാണ്? 1 ഈ വീഡിയോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ. 2 കോണ്ടന്റ് നമുക്ക് ഡൗൺലോഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന. 3 സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്. 4 ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം, ഡൗട്ട് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, ഇതിൽ റോങ് വരുത്തിയത് കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യാം? ആൻസേഴ്സ് എക്സാംസിലൊക്കെ പോകുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ ആൻസർ പറയാം. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ആൻഡ് ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. സമയത്തിന്റെ ഒരു പരിമിതി മൂലം സ്പീഡിൽ പറയേണ്ടി വരുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ തീരുക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് നീഡ്സ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണം. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ കോർഡിനേറ്റർക്ക് ഷെയർ ചെയ്താൽ ഞാൻ അസിസ്റ്റ് ചെയ്തോളാം.
PPT ഞാൻ ഷെയർ ചെയ്യാം. PPT നോക്കിയിട്ട് കാര്യങ്ങൾ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് എടുക്കാം. So hope it is clear for you and hope it is helpful for you. Yeah, thank you for your participation. PYQs ഒക്കെ ലൈക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ആൻസർ പറയാന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അത് ട്രൈ ചെയ്യാന്നുള്ളത്. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് ഹാപ്പി ലേണിംഗ്.